നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ലൈഫ് ഇല്ലാതെ CBI. കേരള രാഷ്ട്രീയത്തിലേക്ക് CBIയുടെ രംഗപ്രവേശത്തിന് ചുവന്ന പരവതാനിയായിട്ടാണ് ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരി റെഡ് ക്രസന്റ് പദ്ധതിയെ പലരും കണ്ടത്. NIAയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസുമൊക്കെ കാടിളക്കി അന്വേഷണം നടത്തുമ്പോൾ CBI കൂടെ ഉണ്ടെങ്കിലേ ചിത്രം പൂർണ്ണമാകൂ എന്ന് പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ കോൺഗ്രസ് MLAയുടെ പരാതിയിൽ 2 ദിനരാത്രങ്ങൾക്കുള്ളിൽ CBI രംഗപ്രവേശനം നടത്തി. എന്തിനാണ് CBI രംഗത്ത് വന്നത് എന്നത് സംബന്ധിച്ച് പലർക്കും അത്ഭുതവും അമ്പരപ്പും ഉളവായി. ഇന്ന് ഹൈക്കോടതി CBIയുടെ ലൈഫിലേക്കുള്ള പാലം തൽക്കാലത്തേക്കെങ്കിലും എടുത്തു നീക്കിയപ്പോൾ തങ്ങൾ ഉന്നയിച്ച വാദങ്ങൾ ശരിയാണെന്ന് സർക്കാരിന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാം. ലൈഫില്ലാത്ത CBI ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവും മുൻ MPയുമായ MP രാജേഷ്, ആലപ്പുഴ DCC പ്രസിഡന്റ് M ലിജു, BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. 2-3 ചോദ്യങ്ങൾ ഞങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി എറിഞ്ഞിടുകയാണ്. രാഷ്ട്രീയമാകാം, എന്നാൽ നൈമിഷിക ലാഭത്തിന് വേണ്ടി ഫെഡറൽ തത്വങ്ങൾ ബലികഴിക്കുന്നത് ആരെയായിരിക്കും ആത്യന്തികമായി സഹായിക്കുക? കേരളത്തിന് പുറത്തെ വെറുക്കപ്പെട്ട ഇൻവേർട്ടർ കോമ ഏജൻസി എങ്ങനെ സംസ്ഥാനത്തെ വിശുദ്ധ പശുവായി? 140 ഭവനങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കാൻ ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധി പര്യാപ്തമാകുമോ? ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ, തലവാചകങ്ങൾ. ലൈഫ് മിഷൻ ഭവന പദ്ധതിയെ തെറ്റായി ചിത്രീകരിക്കാൻ ആരും തയ്യാറാകരുതെന്ന് മുഖ്യമന്ത്രി. പദ്ധതിക്കെതിരായ പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ഹൈക്കോടതി വിധിയോടെ വ്യക്തമായെന്നും മുഖ്യമന്ത്രി. CBI അന്വേഷണം സ്റ്റേ ചെയ്ത ഹൈക്കോടതി വിധി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നതിനുള്ള തിരിച്ചടിയെന്ന് CPIM. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന PK വയലായുധന്റെ ഭാര്യയ്ക്ക് ലൈഫ് മിഷനിലൂടെ സർക്കാർ വീട് കൈമാറി. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവവികാസം, ഇവിടെ ഒന്നും നടക്കില്ല എന്ന പ്രതീതിക്ക് വിരാമം കുറിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് കുതിപ്പേക്കി ദേശീയപാത വികസനം ആരംഭിക്കുന്നു, തുടരുന്നു. തലപ്പാടി കളിയാക്കുവിള ദേശീയപാത അടക്കം 7 പദ്ധതികൾക്ക് തുടക്കം. ദേശീയപാത വികസനത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ശ്ലാഘനീയമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കോവിഡിലേക്ക് പോകുമ്പോൾ സംസ്ഥാനത്ത് 8764 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 7723 പേർക്ക് രോഗമുക്തി. തിരുവനന്തപുരം ജില്ലയിൽ രോഗവ്യാപനം കുറഞ്ഞതായി മുഖ്യമന്ത്രി. സുരാജ് വെഞ്ഞാറമൂടിനും കനി കുസൃതിക്കും കഴിഞ്ഞ വർഷത്തെ മികച്ച അഭിനേതാക്കൾക്കുള്ള സംസ്ഥാന പുരസ്കാരം. വാസന്തി മികച്ച ചിത്രം. ജല്ലിക്കെട്ട് സംവിധാനം ചെയ്ത ലിജോ ജോസ് പല്ലിശ്ശേരി മികച്ച സംവിധായകൻ. സംസ്ഥാനത്ത് സിനിമാ തിയേറ്ററുകൾ ഉടൻ തുറക്കേണ്ടെന്നും തീരുമാനം. നമ്മുടെ ചർച്ചയിലേക്ക് പോവുകയാണ്. രാജേഷ്, വിധിയിൽ സന്തോഷമാണോ? എന്താണ് താങ്കളുടെ ഇപ്പോഴത്തെ വികാരം? ഇവിടെ ഞങ്ങളാരിപ്പോൾ അമിതമായിട്ട് സന്തോഷിക്കാനോ ആവേശം കൊള്ളാനോ തുള്ളിച്ചാടാനോ ഒന്നുമില്ല. കാരണം ഇത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിധിയല്ല. ഇനിയും ഇതുപോലെ കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും തുറന്നു കാണിക്കപ്പെടാനിരിക്കുന്നതേയുള്ളൂ. എന്തെല്ലാമാണ് ഈ
ലൈഫ് മിഷനെ സംബന്ധിച്ച് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന അപവാദങ്ങൾ? എത്ര ദിവസമാണ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത്? ഞാൻ ഓർമ്മിക്കുകയാണ്, കോടതിയിൽ ഗവൺമെൻറ് പോയ ശേഷം കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ നടന്ന ചർച്ച കോടതി ചർച്ചകളേക്കാൾ എന്താ പറയുക പ്രധാനപ്പെട്ടതാണ് എന്ന നാട്യത്തിലായിരുന്നു അവിടെ ചർച്ച നടത്തിയത്. ഈ കാര്യങ്ങളെല്ലാം ഇന്ന് സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, കോടതി അംഗീകരിച്ച കാര്യങ്ങൾ, ഇതെല്ലാം ടെലിവിഷൻ ചാനലുകളിൽ പറഞ്ഞപ്പോൾ FCRAയുടെ ലംഘനമല്ല, സെക്ഷൻ 3 ലംഘനമാവില്ല എന്നെല്ലാം ആ നിയമം തന്നെ ഉദ്ധരിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അവതാരകരായിട്ടുള്ള ജഡ്ജിമാർ ഹൈക്കോടതി ജഡ്ജിയേക്കാൾ ആധികാരികതയോടുകൂടിയാണ് അതിനെയെല്ലാം തള്ളിക്കളഞ്ഞത്. അല്ല, ഇതിൽ ഞാൻ ഉൾപ്പെടുത്തില്ലല്ലോ രാജേഷേ, ഇതിൽ ഞാൻ ഉൾപ്പെടുന്നുണ്ടോ? അല്ല, ബ്രിട്ടാസുള്ള ചർച്ചയിൽ ഞാൻ എന്തായാലും ഈ വിഷയത്തിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോ താങ്കൾ എന്തായാലും അങ്ങനെ തള്ളിക്കളഞ്ഞതായിട്ടോ വിധി പ്രസ്താവിച്ചതായിട്ടോ എൻ്റെ ഓർമ്മയിലുമില്ല. അപ്പം അതുകൊണ്ട് കേരളത്തിൽ മാധ്യമ വിചാരണ എങ്ങനെ വഴിപിഴച്ചു പോയി എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചതാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷത്തിൽ നിന്ന് പിന്നെ നമ്മൾ ഇതല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതിലേക്ക് ഞാൻ പിന്നെ വരാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാധ്യമങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രേക്ഷകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്, വായനക്കാരോട് അനീതി കാണിക്കുന്നത് എന്നതിനെല്ലാമുള്ള ഒരു ഉദാഹരണം കൂടിയാണിത്. അനേക ഉദാഹരണങ്ങൾ വേറെയുമുണ്ട്. ഒരു ഉദാഹരണം കൂടിയാണിത്. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ഇന്നാണെന്ന് തോന്നുന്നു മറ്റൊരു വാർത്ത കണ്ടു. സുപ്രീം കോടതിയിലെ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ പറഞ്ഞു മാധ്യമ വിചാരണ തടയണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇന്ന് തന്നെ യാദൃശ്ചികമായിട്ട് അങ്ങനെ ഒരു വാർത്തയും കേൾക്കാൻ ഇടയായി. പ്രധാനപ്പെട്ട കേസുകളെല്ലാം കോടതികൾ കേൾക്കുന്ന സമയത്ത് സമാന്തരമായി മാധ്യമങ്ങൾ വിചാരണ നടത്തുന്നത് തടയണം എന്ന് സോളിസിറ്റർ ജനറൽ തന്നെ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടതായിട്ടും കേൾക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. അവര് ഇനിയിപ്പോ ഈ വിധിയെ നിന്ന് വ്യാഖ്യാനിച്ച് ചർച്ച നടത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാജേഷ്, തിരിച്ചു വരാം. സർക്കാരിന് തിരിച്ചു വരാം. നമ്മോടൊപ്പം ഒരുപക്ഷെ CBI അന്വേഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടിയത് എൻ്റെ സ്നേഹിതൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ്റെ പാർട്ടിയല്ല. ജയസൂര്യൻ്റെ പാർട്ടി പിന്നെ അമിത്ഷായുടെ NIAയിലായിരുന്നു കൂടുതൽ വിശ്വാസം അർപ്പിച്ചിരുന്നത്. പക്ഷേ ലിജുവിൻ്റെ പാർട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു PCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നും എപ്പോഴും പറഞ്ഞിരുന്നത് CBI ഉണ്ടെങ്കിൽ കേരളത്തിലെ ഈ അന്വേഷണം പൂർത്തിയാകൂ എന്നുള്ളതാണ്. ലിജു എനിക്ക് തോന്നുന്നു നമ്മോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിലാണ്. അദ്ദേഹം നമ്മുടെ ദൃശ്യ സംവിധാനത്തിലേക്ക് വരേണ്ട ഒരാളാണ്. പക്ഷേ എന്തോ ഒരു ചെറിയ തടസ്സമുള്ളതുകൊണ്ട് അദ്ദേഹം ഫോണിൽ തന്നെ നിൽക്കുന്നു. അദ്ദേഹം ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം തിരക്ക് പിടിച്ച പാർട്ടി യോഗങ്ങളിലാണ്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് നമ്മളോട് ലിജു, ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധി എങ്ങനെയാണ് ലിജു കാണുന്നത്? ഹൈക്കോടതി വിധിയിൽ ഇന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, CBIയുടെ അന്വേഷണം അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ യൂണിടാക് ഉൾപ്പെടെ ലൈഫ് മിഷനെയും രണ്ടാമത് CBI സമർപ്പിച്ച FIR റദ്ദാക്കണം. മൂന്നാമത്, അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്നും ലൈഫ് മിഷനെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ UV ജോസിനെയും കരാറുകാരായ യൂണിടാക്കിനെയും മാറ്റി നിർത്തണം. ഇതാണ് 3 പ്രധാന ആവശ്യങ്ങൾ സർക്കാർ ഉന്നയിച്ചത്. അതിൽ CBI അന്വേഷണം പിൻവലിക്കണമെന്നുള്ള സർക്കാരിന്റെ ആവശ്യം കോടതി യഥാർത്ഥത്തിൽ 2 മാസത്തേക്ക് മാത്രം സാങ്കേതികമായി, അല്ലെങ്കിൽ ലൈഫ് മിഷനെതിരെയുള്ള അന്വേഷണം മാത്രം 2 മാസത്തേക്ക് തടഞ്ഞു. പ്രതി ചേർക്കുന്നതിൽ അന്വേഷണത്തെ അല്ല തടഞ്ഞത്, പ്രതി ചേർക്കുന്നതിൽ നിന്നും തടഞ്ഞു. പക്ഷെ CBI അന്വേഷണം തുടരുകയാണ്. 2, CBI സമർപ്പിച്ച FIR റദ്ദാക്കണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. CBI സമർപ്പിച്ച FIR റദ്ദാക്കപ്പെടുന്നില്ല, അന്വേഷണം തുടരുന്നു, അഴിമതി നടന്നു എന്നുള്ള കാര്യം കോടതി അഡ്മിറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യത്തിൽ അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്നും ലൈഫ് മിഷനെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ UV ജോസിനെയും കരാറുകാരായ യൂണിടാക്കിനെയും മാറ്റി നിർത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടതിൽ സാങ്കേതികമായി, അതായത് FCRA ആക്ടുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷനും അതിലെ ഉദ്യോഗസ്ഥനായ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോസിനും താൽക്കാലിക ആശ്വാസം കിട്ടിയെങ്കിലും കരാറുകാരായ യൂണിടാക്കിന് എന്ന് പറഞ്ഞാൽ ഈ അഴിമതി പണം കൊടുത്ത UAE എക്സ്ചേഞ്ചിൽ നിന്നും പണം കളക്ട് ചെയ്ത് സ്വപ്ന സുരേഷിനും അതുവഴി രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ കൈമാറിയെന്ന് സംശയിക്കുന്ന യൂണിടാക്കിനെതിരെയുള്ള അന്വേഷണം തുടരുന്നു.
ഇതാണ്. അപ്പോ സർക്കാരിന് ആശ്വസിക്കാൻ വകയില്ല എന്ന് തന്നെയാണ് ലിജുവിന് ആശ്വസിക്കാനുള്ള ഒട്ടേറെ വക ഇന്നത്തെ ഹൈക്കോടതി വിധിയിൽ നിന്നുണ്ടായോ? തീർച്ചയായിട്ടും ഞങ്ങള് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഒന്ന് അഴിമതി നടന്നു എന്നുള്ള കാര്യം കോടതി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. FCRA ആക്ടിന്റെ പരിധിയിൽ ലൈഫ് മിഷൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അത് വരും ദിവസങ്ങളിൽ എല്ലാവർക്കും രാജേഷ് എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു വിധിയാണ്. ആദ്യമായിട്ടായിരിക്കും ഹൈക്കോടതി ഇങ്ങനെ എല്ലാ ആൾക്കാർക്കും ഒരു സന്തോഷവും ആശ്വാസം പ്രദാനം ചെയ്യുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലിജുവിന് ഉള്ള ആശ്വാസത്തെയോ സന്തോഷത്തെയോ എന്നും ഞാനായിട്ട് നിരാകരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ആശ്വസിക്കുകയും ആഹ്ലാദിക്കുകയൊക്കെ ചെയ്യട്ടെ. പക്ഷെ കോടതി വിധി അദ്ദേഹത്തെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം അതിന് പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ. ഖണ്ഡിക 15 പേജ് 17 കോടതി പറയാണ്, ഖണ്ഡിക 15 ഞാനും എടുത്തു വച്ചിരിക്കുകയാണ്. പറഞ്ഞു രാജേഷ്. ഹലോ, കേൾക്കാൻ കഴിയുന്നില്ല. കേൾക്കാം രാജേഷ് പറഞ്ഞോളൂ. അത് മാറ്റി വെച്ചിരിക്കുകയാണ്. പറഞ്ഞോളൂ. അത് മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം വിധി ഈ തിരക്ക് പിടിച്ച പാർട്ടി യോഗങ്ങൾക്കിടയിൽ വിധി വായിക്കാത്തത് കൊണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബോധപൂർവം അദ്ദേഹം അങ്ങനെ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞതാവില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോ ലിജു കോടതി അൺഡിസ്പ്യൂട്ടഡ്ലി എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാണ്ട് കോടതിക്ക് അതിൽ ഒരു തരത്തിലുള്ള സംശയമോ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ട കാര്യമോ ഒന്നുമില്ല. അടുത്ത വാചകം വീണ്ടും ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ് ലിജുവിനെ. ഖണ്ഡിക 15 പേജ് 19 എ കെയർഫുൾ പെരൂസൽ of the section shows that prohibition against acceptance of foreign contribution therein is applicable only to the category specified under എന്ന് പറഞ്ഞത് പോവാണ്. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, കോടതി പറയുന്നുണ്ട്, ലൈഫ് മിഷൻ ഓർ ബിൽഡേഴ്സ് ഡു നോട്ട് ഫോൾ അണ്ടർ എനി ഓഫ് ദ കാറ്റഗറീസ് എന്യൂമറേറ്റഡ് ഇൻ സെക്ഷൻ 3(1). അതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ ലൈഫ് മിഷൻ ഇതിന്റെ പരിധിയിൽ വരുമോ വരില്ലേ എന്ന സംശയം കോടതി അവശേഷിപ്പിച്ചിട്ടില്ല. സംശയത്തിന് ഇട നൽകാത്ത വിധത്തിൽ കോടതി അക്കാര്യത്തിൽ വ്യക്തത വരുത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം മനസ്സിലാക്കണം, സെക്ഷൻ 3 പ്രകാരമാണല്ലോ കേസെടുത്തത്. ഈ വിദേശ സംഭാവന ചട്ടത്തിന്റെ സെക്ഷൻ 3 ലംഘിച്ചു എന്ന് പറഞ്ഞാണ് കേസെടുത്തത്. അത് സ്റ്റേ ചെയ്തിരിക്കുന്നു. സെക്ഷൻ 3ന്റെ പരിധിയിൽ ലൈഫ് മിഷൻ വരില്ല എന്ന് കൃത്യമായി തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ കോടതി അതിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല. അത് പിന്നീട് പരിശോധിക്കും. ഞാൻ തിരിച്ചു വരാം രാജേഷ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, അതായത് CBI വരവിനെ കുറിച്ച് ആദ്യമൊന്നും BJPക്ക് വലിയ ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല. BJP സ്വാഭാവികമായിട്ടും അമിത്ഷായുടെ NIA എത്തിയിരിക്കണം, ഇനി എല്ലാ കാര്യങ്ങളും NIAക്ക് തന്നെ അന്വേഷിക്കാം, അതിൽ CBIയുടെ ഒരു പ്രസക്തിയൊന്നുമില്ല. അതായത് CBI അന്വേഷിക്കേണ്ട കാര്യങ്ങൾ കൂടി വേണമെങ്കിൽ NIAക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് കണ്ടത്, അതായത് കോൺഗ്രസിൻ്റെ ആവശ്യത്തോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതായത് CBI അന്വേഷണം, CBI കൂടി വരട്ടെ, ഇനി CBI മാത്രമായിട്ട് അവിടെ അവശേഷിക്കണ്ടല്ലോ, ബാക്കി എല്ലാവരും എത്തിയില്ലോ എന്നൊരു നിലപാടാണ്. ജയസൂര്യൻ. ഏതായാലും CBI ഉൾപ്പെടെ ഏതാണ്ട് എല്ലാ അന്വേഷണ ഏജൻസികളും ഇപ്പോൾ കേരളത്തിൽ എത്തേണ്ട ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിലവിലുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇവിടെ ഇപ്പോൾ ഈ കണ്ടെത്തലിൽ ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ തുള്ളിച്ചാടാനോ വലിയ ഒരു അമിതാഹ്ലാദം പ്രകടിപ്പിക്കാനോ തുനിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ, ഈ ഉള്ള ഒരു താങ്കൾ പറഞ്ഞതുപോലെയും എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന ഒരു വിധി എന്ന് പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ CPM-ന് ഭരണകക്ഷിക്ക് സന്തോഷം, പ്രതിപക്ഷത്തിന് സന്തോഷം, എല്ലാവർക്കും സന്തോഷം, ശരിയാണ്. കാരണം ഇത് 2 മാസത്തേക്ക് മാത്രമുള്ള ഒരു സ്റ്റേ ആണ്. ഇവിടെ എന്താണോ ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് അതൊന്നും തന്നെ കോടതി അംഗീകരിച്ചില്ല. മറിച്ച് 2 മാസത്തേക്കുള്ള സ്റ്റേ. അതിൻ്റെ കാരണം കോടതി ഉത്തരവിൽ തന്നെ കാണുന്നുണ്ട്. ഓൺ റെക്കോർഡ്സ്, അതായത് കോടതിയുടെ മുമ്പാകെ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ആ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ,
ഇവിടെ ഇന്റലിജൻസ് അന്വേഷണം നടക്കുകയാണ്. അവരുടെ കയ്യിൽ കൊടുക്കേണ്ട രേഖകൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ CBIയുടെ കയ്യിൽ എത്തിയിട്ടില്ല. അപ്പോൾ മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് ഡു നോട്ട് ജസ്റ്റിഫൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 18ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് ഡു നോട്ട് എന്നാണ്. അതായത് ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് 2 മാസം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തെളിയിക്കാനുള്ള സമയം കൊടുത്തിരിക്കുകയാണ്. റെക്കോർഡ് കിട്ടണ്ടേ, റെക്കോർഡ് സർക്കാർ കൈമാറണ്ടേ? അപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട തെളിവുകൾ കൂടി ശേഖരിക്കാൻ ഈ 2 മാസക്കാലം CBIക്ക് അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ കോടതി വിധിയിൽ കൂടി വ്യക്തമാവുന്നത്. അപ്പോൾ വ്യക്തമായ കോടതിയിലേക്ക് താങ്കളൊരു അഭിഭാഷകരാണ്. രേഖകൾ കൊടുക്കാൻ വേണ്ടിയുള്ള സമയത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഹൈക്കോടതിക്ക് സംസ്ഥാന സർക്കാരിനോട് രേഖകളെ കൈമാറാൻ വേണ്ടി അങ്ങ് വിധിച്ചാൽ പോരെ? ഇതിപ്പോ ജയസൂര്യൻ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഈ 2 മാസം കൊണ്ട് CBI ഇങ്ങനെ പരിധി രേഖകൾ പിടിച്ചോണം, അത് പിടിക്കാൻ വേണ്ടി കുറെ സമയം സാവകാശം കൊടുത്തിരിക്കുകയാണ്. ഇതൊരു ഹൈക്കോടതിയുടെ ഒറ്റ വാചകം പറഞ്ഞാൽ പോരെ? എല്ലാ ഫയലും കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ പോരെ? അതെ, ഞാൻ ചോദിക്കുന്നത് ഹൈക്കോടതിക്ക് അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ? ഇത് തള്ളിയിരിക്കുന്നു, അതായത് ഈ കേസ് തള്ളിയിരിക്കുന്നു, ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് 2 മാസത്തെ മാത്രം സാവകാശം കൊടുത്തു? അപ്പോൾ ഇവിടെ സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ FIR റദ്ദാക്കിയില്ല, CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞില്ല. ആകപ്പാടെ ഇവിടെ വന്നിരിക്കുന്നത് FCRA 3(1) പ്രകാരം ലൈഫ് മിഷൻ അതുപോലെ CEO അതിൽ പെടുന്നില്ല. അത് സത്യമാണ്. അത് 3(1) എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ആ ഒരു ആനുകൂല്യം മാത്രമേ ഇവിടെ ലഭിച്ചിട്ടുള്ളൂ. അത് പിന്നീട് യൂണിടാക്ക് അവിടെ നിൽക്കുകയല്ലേ. അപ്പൊ യൂണിടാക്കിനെ സംബന്ധിച്ചുള്ള അന്വേഷണം തുടരാം. അന്വേഷണം തുടരുമ്പോൾ ഈ യൂണിടാക്കിലേക്ക് ഈ കരാർ വന്നത് എങ്ങനെയാണ്, ഈ പണം വന്നത് എങ്ങനെയാണ് എന്നുള്ള അന്വേഷണം വരുമ്പോൾ ഇത് ശരിയായിട്ടുള്ള ദിശയിലേക്ക് എത്തിച്ചേരുകയും ഇതിന്റെ പിന്നിലുള്ള അഴിമതി വ്യക്തമാവുകയും ചെയ്യും. അപ്പോൾ ഈ 2 മാസത്തെ കാലാവധി കഴിഞ്ഞോട്ടെ, കാര്യങ്ങൾ കൂടുതലായി ശേഖരിച്ചോട്ടെ എന്ന് കോടതി വെച്ചിട്ടുണ്ട്. ഇല്ല എങ്കിൽ കോടതിക്ക് തള്ളാമല്ലോ. FIR ശരിയല്ല, FIR അതുപോലെ ഈ അന്വേഷണത്തിൽ CBI വരേണ്ട കാര്യമില്ല പറയാമായിരുന്നല്ലോ. അഭിഭാഷകൻ കൂടിയായിട്ടുള്ള ജയസൂര്യൻ പറയുന്നത് എന്താ അറിയോ? ഇത് വളരെ സ്ട്രാറ്റജിക്കലാണ്. ഈ 2 മാസം എന്ന് പറയുന്നത് CBIക്ക് ആയുധക്കോപ്പുകളൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി കൊടുത്ത സംഭവമാണെന്ന്. ജയസൂര്യൻ ഞാൻ സല്യൂട്ട് ചെയ്യുന്ന കേട്ടോ. ജയസൂര്യൻ ഇത്രത്തോളം നിയമപരിജ്ഞാനം ഇങ്ങനെ ഈ പരിപാടിയിൽ നൽകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എങ്കിലും ഇനി ഹൈക്കോടതി ഈ വിഷയം തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോവുകയാണ്. സാധാരണ പറയാറുള്ളത് CBI നീട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ പോലെ ഇനി ഹൈക്കോടതിയും പ്രതിപക്ഷത്തെ സഹായിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം നീട്ടാൻ വേണ്ടി 2 മാസം മാറ്റിവെച്ചു എന്നൊന്നും വ്യാഖ്യാനിച്ച് കളയരുത്. രാജേഷേ പറയൂ. അതായത് വളരെ രസകരമായിട്ടുള്ള ചില വാദങ്ങളാണ് ജയസൂര്യൻ മുന്നോട്ട് വെച്ചത്. നോക്കൂ, ഇവിടെ സംസാരിച്ച അഭിഭാഷകൻ, BJPയുടെ പ്രതിനിധിയായ അഭിഭാഷകൻ പ്രാക്ടീസിങ് ലോയറാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തൻ്റെ പ്രൊഫഷന് തന്നെ വലിയൊരു എന്താ പറയുക, പ്രൊഫഷന്റെ കാര്യത്തിൽ തന്നെ വലിയ റിസ്ക്കാണ് എടുത്തിട്ടുള്ളത്. കാരണം ഈ വാദങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കക്ഷികൾ കേട്ടാൽ ഒരുപക്ഷെ രാഷ്ട്രീയ ആവശ്യത്തിനായിരിക്കാം അദ്ദേഹം ഇതുപോലുള്ള വാദങ്ങൾ ഉയർത്തുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കക്ഷികൾ കേട്ടാലത്തെ സ്ഥിതി എന്താവും എന്നെങ്കിലും അദ്ദേഹം ആലോചിക്കേണ്ടതാണ്. രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പ്രാക്ടീസിങ് ലോയർ ആണെങ്കിൽ സ്വന്തം പ്രൊഫഷനെ ഇങ്ങനെ ബലികഴിക്കുന്ന നിലയിൽ വാദങ്ങൾ ഉയർത്തണോ എന്ന് അദ്ദേഹം ആലോചിക്കേണ്ടതാണ്. അതേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. നോക്കൂ, ഈ ഹൈക്കോടതി വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിക്കണ്ടല്ലോ, അൺഡിസ്പ്യൂട്ടബിൾ എന്നാണ് പറഞ്ഞത്. The life mission has not received any foreign contribution. Undisputable എന്നാണ്. അല്ലാതെ 2 മാസം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറയാമെന്നല്ല പറഞ്ഞത്. അൺഡിസ്പ്യൂട്ടബിൾ എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. തർക്കമറ്റ കാര്യമാണ്, അവിതർക്കിതമാണ്, അസന്നിഗ്ധമായി എന്നൊക്കെയാണ് കോടതി പറഞ്ഞതിന്റെ അർത്ഥം. ഇനിയും മനസ്സിലാവുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വാചകം കൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഞാനത് മുഴുവൻ വായിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് കോടതി പറയുന്നത്. The contention that life mission would fall under section 3(1)(c) is liable to be rejected on a plain reading of section and by applying അതാണ്
ഒരു ഒരു അത് പ്ലെയിനായിട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാവും, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഇതിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നാണ്. അപ്പോൾ കോടതിക്ക് മനസ്സിലാവുന്ന കാര്യം BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾക്ക് മനസ്സിലാകാൻ വലിയ പ്രയാസമാണ്. അവർക്കത് ഉൾക്കൊള്ളാനും പ്രയാസമാണ്. അവരിതല്ല പ്രതീക്ഷിച്ചിരുന്നത്. ഇനി BJPയുടെ പ്രതിനിധിയുടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് ബ്രിട്ടാസ് വിട്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ താങ്കൾ അപ്പോൾ പിടിച്ചെടുക്കാറുള്ളതാണ്. എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയാമോ? CBI ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളും കേരളത്തിൽ എത്തേണ്ട രാഷ്ട്രീയ അന്തരീക്ഷം നിലവിലുണ്ട് എന്നാണ്. അതാണ് വാചകം, അതാണ് ഹൈലൈറ്റ്. രാഷ്ട്രീയ അന്തരീക്ഷം അത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. കാരണം രാഷ്ട്രീയ അന്തരീക്ഷം നിലവിലുണ്ട്. 6 മാസമുള്ള തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണം ഉണ്ടാവുമെന്ന് കുപ്രസിദ്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചാനൽ തന്നെ ഒരു സർവേ നടത്തിയിട്ട്, പൊതുജനാഭിപ്രായം എന്ന നിലയിൽ അവര് സർവേ നടത്തിയിട്ട്, അസാധാരണമായ ഒരു സർവേ നടത്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. തെരഞ്ഞെടുപ്പിന് 6 മാസമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ രാഷ്ട്രീയ അന്തരീക്ഷം തന്നെയാണ് CBIയെ കൊണ്ട് ഈ കൈവിട്ട കളിക്ക് കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസിനെയും BJPയെയും പ്രേരിപ്പിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയുന്നു, CBIയോട് അത്ര ആവേശം BJPക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. BJPയും കോൺഗ്രസും ചേർന്നുള്ള ഉപജാപത്തിലൂടെയാണ് CBI വരുന്നതെന്ന് കാണണം. CBI വേണമെന്ന് തുടക്കം മുതൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. CBIയും കൊണ്ടുവരുന്നതിന് വേണ്ടി ആ ഉപജാപം നടക്കുന്നു. ഒരു പരാതി കൊണ്ടുപോയിട്ട് MLA കൊടുക്കുന്നു. 48 മണിക്കൂറിനകം CBI ചാടി വീഴുന്നു. ഒരു കൊല്ലമായിട്ട് ടൈറ്റാനിയം കേസ് കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും എല്ലാം പ്രതികളായിട്ടുള്ള ടൈറ്റാനിയം കേസ് ഒരു കൊല്ലമായിട്ട് CBI അതിന്റെ മുകളിൽ അമർന്നിരിക്കുകയാണ്. അപ്പോഴാണ് രാജേഷ് ഒന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ജയസൂര്യയുടെ ശ്രദ്ധയിലും കൂടി കൊണ്ടുവരാൻ വേണ്ടി ഈ ടൈറ്റാനിയം കേസ് എന്താണ്, ഈ ടൈറ്റാനിയം കേസ് എന്നൊരു പക്ഷേ നിങ്ങൾ ഈ ടൈറ്റാൻ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ആൾക്കാർക്ക് അതുമായിട്ട് പൊരുത്തപ്പെടണമെങ്കിൽ അത് എന്താണെന്ന് കൂടെ മനസ്സിലാക്കാം. അത് മാത്രമല്ല, ജയസൂര്യക്ക് ഡൽഹിയുമായിട്ട് ഹോട്ട്ലൈൻ ഉണ്ട്. CBI ഡയറക്ടറുമായിട്ട് ബന്ധമുള്ള ആളാണ്. ജയസൂര്യ വിചാരിച്ചാൽ വേണമെങ്കിൽ ഇപ്പം വേണം ടൈറ്റാനിയത്തിന് മുകളിലൊരു തീരുമാനം എടുക്കുകയും ചെയ്യാം. ഞാൻ കാണിച്ചു തരാം ഓക്കെ എന്താണെന്ന്. 120 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാക്കിയ കേസിൽ 2019 സെപ്റ്റംബറിൽ CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ട് നടപടിയില്ല. 120 കോടി രൂപ. കേസിലെ പ്രതികൾ, ജയസൂര്യ, കേസിലെ പ്രതികൾ ആരെന്നറിയോ? ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ ഇറക്കുമതിയിൽ അഴിമതി നടന്നതായി വിജിലൻസ് കോടതിയെ അറിയിച്ചിരുന്നു. അന്വേഷണം CBI ഏറ്റെടുക്കാൻ വൈകുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജിയുമുണ്ട്. ജയസൂര്യൻ, എനിക്കൊരു ഒറ്റ ചോദ്യമുള്ളൂ. അതുപോലെ ലിജു ലൈനിലുണ്ടോ? ലിജു, അതായത് ഈ യൂണിടെക് എന്താണ്, മറ്റേ സന്തോഷ് ഈപ്പൻ, സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ, ഇങ്ങനെ കുറേ കഥാപാത്രങ്ങൾ എല്ലാം കൂടെ കൂട്ടിയാലും 20 കോടി ഉറുപ്പിയാണ് ഇതിനകത്ത് വരിക. അതായത് 2 ബില്യൺ ദിർഹം. 120 കോടി രൂപയുടെ ടൈറ്റാനിയം സംബന്ധിച്ചിട്ടുള്ള ഒരു കേസ് CBIക്ക് റെഫർ ചെയ്തിട്ട് 1 വർഷമായി. അത് സംബന്ധിച്ച് ഒരു തീരുമാനവുമില്ല. അപ്പോൾ ഈ 20 കോടിയാണോ വലുത്, 120 കോടിയാണോ വലുത്, 1 മാസം മുമ്പുള്ളതാണോ, 6 മാസം മുമ്പുള്ളതാണോ പ്രധാനം, അതെയോ 1 വർഷം മുമ്പുള്ളതാണോ? ഇതൊക്കെ ഒരു ചോദ്യമല്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ CBIയെ കുറിച്ച് എൻ്റെ ലിജു ഡൽഹിയിലൊക്കെ നല്ല പരിചയമുള്ള ആളാണ്, നല്ല ഡൽഹിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ലിജു ഡൽഹിയുടെ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ലിജു, ഈ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ CBI എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാരുണ്ടല്ലോ, കിട്ടിയ പത്തല വെച്ചിട്ട് അടിക്കും. ഇത് കേരളം വേറെ വലിയ റിപ്പബ്ലിക്കായോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? ഞങ്ങൾ CBI കോൺഗ്രസിനെ വേട്ടയാക്കിയിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. CBI വിവിധ ഘട്ടങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ലിജു പറഞ്ഞോളൂ. നടക്കുമ്പോൾ അതോടെ വിവിധ ഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ, അതുപോലെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ ലിജുവായിട്ടുള്ള ടെലിഫോൺ ബന്ധം. ലിജു, നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് എത്താത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ലിജുവിലേക്ക് ഞാൻ തിരിച്ചു വരും. ഒരു പക്ഷേ ജയസൂര്യയോട് ചോദിക്കാൻ ഞാൻ, ജയസൂര്യൻ 1 വർഷമായിട്ട് കിടക്കണം, കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ കേരളത്തിലൊരു കോൺഗ്രസ് മുക്തതയെക്കുറിച്ച് ഒന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് CBI അന്വേഷണത്തിന് 1 വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത കേസുണ്ട്. അതാണ് രാജേഷ് പറഞ്ഞ ടൈറ്റാനിയം.
ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ഈ രാജേഷ് വായിച്ചു കേൾപ്പിച്ചതിൽ രാജേഷ് വിട്ടുപോയ ഒരു വാക്കുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കാതെ പോയാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അബദ്ധം പറ്റും. അൺഡിസ്പ്യൂട്ടഡ്ലി ലൈഫ് മിഷൻ ഹാസ് നോട്ട് റിസീവ്ഡ് എനി ഫോറിൻ കോൺട്രിബ്യൂഷൻ ഡയറക്ട്ലി ഫ്രം ദ സ്പോൺസർ. അതിൽ ഡയറക്ട്ലി എന്ന വാക്കിനകത്ത് ഒരു സൂചനയുണ്ട്. അതായത് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അല്ലാതെ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണല്ലോ സ്റ്റേ ചെയ്ത് നിർത്തിയത്. അല്ലെങ്കിൽ CBI അന്വേഷിക്കണ്ട, ഈ കേസ് നിലനിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളാമായിരുന്നല്ലോ. അപ്പോൾ ഡയറക്റ്റ്ലി വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ആര് വാങ്ങിച്ചു എന്നുള്ള സത്യം പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ടൈറ്റാനിയത്തിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഈ CBIയെ പ്രതിക്കൂട്ടി നിർത്തുമ്പോൾ ഓർക്കണം, CBIയെ അതിരിട്ട് സ്നേഹിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഡൽഹി എയർപോർട്ട് പ്രൈവറ്റൈസേഷന്റെ കേസ്, തമിഴ്നാട് ക്ലാസ് 4 നിയമനത്തിന്റെ കേസ്, മംഗലാപുരത്തെ കൊലപാതകം, സുനന്ദ പുഷ്കറിന്റെ മരണം, ബംഗാളിലെ ശാരദാ ചിറ്റ് ഫണ്ട്, ഇവിടെയൊക്കെ CBI വേണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട പാർട്ടിയാണ് CPIM. അപ്പോ CPIMന് CBIയോട് വലിയ ഇഷ്ടമുള്ള ചില സമയങ്ങളുണ്ട്, ഇഷ്ടമില്ലാത്ത ചില സമയങ്ങളുണ്ട്. അപ്പോൾ അത് CPIMന്റെ താല്പര്യത്തിന് അനുകൂലമാണ് കേസെങ്കിൽ CBI നല്ലതാണ്, അല്ലെങ്കിൽ CBI മോശമാണ്, അത് BJPയുടെ ഉപകരണമാണ്, കൂട്ടിലടച്ച തത്തയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതും ജനങ്ങൾ കാണുന്നുണ്ട്, ഇത് രണ്ടും വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഈ വിലയിരുത്തലുകളിൽ ഇവിടെ യഥാർത്ഥത്തിൽ ജനങ്ങൾക്കും കൂടി നല്ല ഒരു സമയം കൊടുത്തിരിക്കുകയാണ് കോടതി എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഈ അന്വേഷണം പുരോഗമിക്കട്ടെ. അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് വരുമ്പോൾ 2 മാസത്തെ ആശ്വാസത്തിന് ശേഷം ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ അമിതമായി ആഘോഷിക്കാനോ ആവേശം കൊള്ളാനോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാവും. അതാണ് ഈ ഉത്തരവിൽ കൂടി നമുക്ക് വ്യക്തമാവുന്നത്. കോടതിക്ക് മുമ്പാകെ ആവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും അനുവദിക്കാതെ 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തു എന്ന് പറയുമ്പോൾ ആ കേസ് തീർന്നു എന്നല്ല, FIR തള്ളിയിട്ടില്ല, CBI അന്വേഷണം റിജക്റ്റ് ചെയ്തിട്ടില്ല, നിരാകരിച്ചിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ഇതാണ് രാജേഷ് ജയസൂര്യന് പറയാനുള്ള. ഒരു പക്ഷേ ഈ പറയുന്ന എനിക്ക് ഒരു പക്ഷേ ലൈഫ് എന്താണെന്നതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്ത ഒരു പക്ഷേ പല ആൾക്കാർ ലൈഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ ലൈഫിനൊരു പശ്ചാത്തലമുണ്ട്. ഈ ലൈഫ് എന്താണ് ഈ ലൈഫ് പദ്ധതി? ആ ലൈഫ് പദ്ധതി കൊണ്ട് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ എന്താണ് ഉദ്ദേശിച്ചത്? ആ പ്രോജക്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്താണെന്നുള്ള ഒരു പക്ഷേ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതുകൂടി നമുക്ക് എടുത്തിടേണ്ടതുണ്ട്. എന്താണ് ലൈഫ് മിഷൻ ഭവന പദ്ധതി? അതിന് മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. അതായത് അവസാനം ഇപ്പൊ അദ്ദേഹം പിടിച്ചു തൂങ്ങുന്നത് ഡയറക്ട്ലി എന്നൊരു വാക്കിലാണ്. അതിലെന്തോ വലിയ സംഭവം അടങ്ങിയിട്ടുണ്ട് എന്നാണ് വക്കീൽ പറയണത്. വക്കീലെ, താങ്കൾ ഈ ഒരു വാക്ക് മാത്രം കാണുന്നത് എന്തുകൊണ്ടാ? ഈ വാചകം നോക്കൂ, അതിന് തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, ദ കണ്ടൻഷൻ ദാറ്റ് ലൈഫ് മിഷൻ വുഡ് ഫാൾ അണ്ടർ സെക്ഷൻ 31C ഈസ് ലയബിൾ ടു ബി റിജക്റ്റഡ് ഓൺ എ പ്ലെയിൻ റീഡിംഗ് ഓഫ് സെക്ഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് മിഷൻ ഇതിന്റെ പരിധിയിലേ വരില്ല എന്നാണ്. ഇനി സംഭാവന വാങ്ങിയാൽ പോലും അത് ഇതിന്റെ പരിധിയിൽ, ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നാണ്. സെക്ഷൻ 3 എന്താണെന്നറിയാമോ? സെക്ഷൻ 3 ആരെല്ലാം വാങ്ങാൻ പാടില്ല എന്നതാണ്. വാങ്ങാൻ പാടാത്ത കൂട്ടത്തിൽ വരുന്നതല്ല ലൈഫ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡയറക്ട്ലി തൂങ്ങി നിങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയമുള്ള സ്ഥിതിക്ക് ഞാനിപ്പോ നമ്മുടെ ഹരീഷ് വാസ്തവനെ ഞാൻ ഇതിലേക്ക് രംഗത്തേക്ക് കൊണ്ടുവരിക. ഹരീഷ്, അതായത് ഇവിടെ ഈ പറഞ്ഞ വിധി ഉദ്ദേശിക്കുന്നത് എന്താണ്? ജയസൂര്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 2 മാസത്തെ സമയം കൊടുത്തിരിക്കുന്നത് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാവകാശം CBIയുടെ പക്കൽ ഹൈക്കോടതി കൊടുക്കുന്നതാണ്. മാത്രമല്ല ഈ തൽക്കാലത്തേക്കുള്ള ഇത് എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. എന്താണ് ഹരീഷിന്റെ അനുമാനം? ബ്രിട്ടാസെ, നമ്മളൊരു കേസിന്റെ വിധിയോ അല്ലെങ്കിൽ ഒരു നിയമമോ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കേസ് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും, നമുക്കതിനകത്ത് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ പോലും, നമ്മൾ ആ കേസിന്റെ നടത്തിപ്പിനെ, ഹൈക്കോടതിയിൽ എന്തൊക്കെയാണ് കേസ് നടത്തിപ്പിൽ സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനും, കേരളത്തിലെ ഏറ്റവും പരമോന്നത നീതിപീഠമാണ് കേരള ഹൈക്കോടതി, ഈ ഇൻസ്റ്റിറ്റ്യൂഷനും ഇവിടുത്തെ നിയമങ്ങളും ഈ സംവിധാനവും ഇവിടെ ഉണ്ടാവും ഭാവിയിലും എന്ന് വിചാരിച്ചിട്ട് വേണ്ടേ വ്യാഖ്യാനിക്കാൻ? ഇവിടെ ആദ്യമായിട്ടല്ലല്ലോ കേരള ഹൈക്കോടതിയിൽ ക്രിമിനൽ
MC ഫയൽ ചെയ്യപ്പെടുന്നത്, FIR വാഷ് ചെയ്യാൻ എത്രയോ കേസുകൾ ദിവസവും എന്താണ് അതിന്റെ ഉദ്ദേശം? അതിന്റെ ഉദ്ദേശം മെറിറ്റിൽ ഈ അന്വേഷണ ഏജൻസി എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കി ഇയാളെ പ്രതിയാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നല്ലല്ലോ. അത് കേരള ഹൈക്കോടതിക്ക് 482 CRPC പരിഗണിക്കാൻ പറ്റുമോ? ഇല്ല. നിയമം അറിയാവുന്ന ആർക്കും അറിയാം. കേരള ഹൈക്കോടതിയിൽ എത്രയോ FIRകൾ കൊടുക്കുകയും സ്റ്റേ ചെയ്യപ്പെടുകയും റദ്ദ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് 482 ഒരു കോടതിക്ക് ചെയ്യാൻ പറ്റുക? കോടതി പരിശോധിക്കുന്നത് ഏതെങ്കിലും ഒരു FIR വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ FIRന് ആധാരമായ പരാതിയിൽ അങ്ങനെ ഒരു ഒഫൻസ് നിൽക്കുമോ? 2, ആ പരാതി പൂർണ്ണമായി അന്വേഷിച്ച് തെളിവുകൾ പൂർണ്ണമായി ശേഖരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പരാതിക്കാരന്റെ പരാതി 100% ശരിയെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന ഒഫൻസ് നിൽക്കുമോ? ഇല്ലെങ്കിൽ കോടതിക്ക് FIR സ്റ്റേ ചെയ്യുകയോ FIR റദ്ദ് ചെയ്യുകയോ ചെയ്യാം. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് ഈ കഴിഞ്ഞ 2-3 മാസക്കാലം മുമ്പ് തിരുവനന്തപുരത്തെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്, വീണ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റിന്, അവർക്കെതിരായിട്ടൊരു കേസ് FIR ഇട്ടു. അവർക്ക് ഹൈക്കോടതിയിൽ വന്ന് ഇതേപോലെ 482 ക്വാഷ് ചെയ്യാൻ ചോദിച്ചു. അവർക്ക് സ്റ്റേ കിട്ടി. എന്താ കാര്യം? അവര് പറയുന്ന വാദം, പോലീസ് പറയുന്ന വാദം ശരിയാണെങ്കിലും ആ കേസ് നിൽക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ CBI നാളെ FCRA വയലേഷൻ നടത്തിയതായി തെളിവുകൾ സഹിതം കൊണ്ടുവന്നാൽ പോലും, എന്ന് പറഞ്ഞാൽ അനിൽ അക്കര എന്ന് പറയുന്ന പരാതിക്കാരന്റെ പരാതി പൂർണ്ണമായി തെളിവുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ പോലും സെക്ഷൻ 3 അനുസരിച്ച് ആ നിയമത്തിന്റെ പെർവ്യൂവിനകത്ത് നിന്നുകൊണ്ട് ഈ ലൈഫ് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയില്ല. ഇതാണ് പ്രാഥമികമായിട്ടുള്ള കേസ്. പിന്നെ എന്താണ് അന്വേഷിക്കാൻ പറഞ്ഞത്? ഈ യൂണിടെക് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിക്ക് ഈ പണം ഇൻഡയറക്റ്റ് ആയി കിട്ടിയിട്ടുള്ളത് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അത് ഏതെങ്കിലും അവർക്ക് ലൈസൻസുകളും പെർമിഷനും സമ്പാദിക്കുന്നതിന് വേണ്ടി ആർക്കെങ്കിലും സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ? കൈക്കൂലി നടത്തിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ പറഞ്ഞു. അതിനപ്പുറത്ത് എന്താണ് ഇന്നത്തെ ഇൻട്രീം ഓർഡിനകത്തുള്ളത്? ഹരീഷ്, തിരിച്ചു വരാം. ഒരു പക്ഷേ ഈ പറഞ്ഞ ഈ വിധിയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച പോലെ എന്താണ് ഈ ലൈഫ് പദ്ധതി? ഈ ലൈഫ് പദ്ധതി കൊണ്ട് എന്താണ് സർക്കാർ ഉദ്ദേശിച്ചത്? അതൊന്നും നമുക്ക് കാണാം. അതായത് ലൈഫ് പദ്ധതി സർക്കാർ കൺസീവ് ചെയ്തപ്പോൾ, അതായത് ഭവനങ്ങളില്ലാത്ത, വീടുകളില്ലാത്തവരെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇതുവരെ വീട് ലഭിച്ച കുടുംബങ്ങൾ 2,25,750. 2,25,750. അതായത് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചാവി കൈമാറിയത് ഒരു മുൻ മന്ത്രിയുടെ വൈഫിനാണെന്ന്, മുൻ മന്ത്രിയായിരുന്ന PK വേലായുധൻ്റെ ഭാര്യയ്ക്കാണ് കൈമാറിയത്. ഒന്നാം ഘട്ടത്തിൽ വീട് ലഭിച്ച കുടുംബങ്ങൾ 52,298. രണ്ടാം ഘട്ടത്തിൽ വീട് ലഭിച്ച കുടുംബങ്ങൾ 81,840. മൂന്നാം ഘട്ടത്തിൽ വീട് ലഭിച്ച കുടുംബങ്ങൾ 1,461. ഇതുവരെ അത് ഈ മൂന്നാം ഘട്ടം സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ്. ഇനി മൂന്നാം ഘട്ടത്തിൽ ഈ വർഷം നിർമ്മിക്കുന്നത് 101 ഭവന സമുച്ചയങ്ങളാണ്, കോംപ്ലക്സ് ആണ്, ഇൻഡിപെൻഡന്റ് വീടുകളല്ല, ഈ പറഞ്ഞ അപ്പാർട്ട്മെന്റ് മോഡൽ. അതിൽ ഈ പറഞ്ഞ വടക്കാഞ്ചേരിയും ഉൾപ്പെടെ ഉണ്ട്. ഈ ഘട്ടത്തിലെ ഗുണഭോക്താക്കൾ 1,35,769. ഇതാണ് ലൈഫിൻ്റെ ഒരു സാലറി ഫീച്ചേഴ്സ്. ഇനി നോക്കുക, മൊത്തം ഇൻവെസ്റ്റ്മെന്റ് ഈ പ്രോജക്റ്റിന് വേണ്ടി മൊത്തം മുടക്കുന്ന തുക 868 കോടി രൂപ. ചെറിയ പൈസയല്ല. ഒരു കാര്യം കൂടി ഞാൻ പറയണം, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ, പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയിലെയും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫോക്കസ്ഡ് പ്രോഗ്രാമാണിത്. എല്ലാവരുടെയും കൂടി സംഭാവനയുണ്ട്. പക്ഷേ ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ഭവന പദ്ധതി ഇതുപോലെ ഒരു വിവാദത്തിൽ കുടുങ്ങേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ലിജു നമ്മോടൊപ്പം ഉണ്ടോ? ലിജു ഇല്ല. ജയസൂര്യ, ഇതുപോലുള്ളൊരു ഭവന പദ്ധതിയാണ് വലിയൊരു വിവാദത്തിൽ നിങ്ങൾ കുടുക്കിയിട്ടിരിക്കുന്നത്. ഇനി വടക്കാഞ്ചേരിയിലെ 140 ഗുണഭോക്താക്കൾക്ക് ആ വീട് എന്ന് കിട്ടും എന്നുള്ളൊരു ചോദ്യം ഇന്നും ഉയർന്നിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ പറയാൻ പറ്റിയില്ല. എന്താ കാരണം? ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. ജയസൂര്യൻ, ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇന്ന് ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡ് സ്റ്റില്ലായിരിക്കുന്നത്. അതെ, ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി ഈ ഒരു അവസ്ഥയിലെത്തിയത് എങ്ങനെയാണ് എന്നുള്ളത്
കേരളത്തിൽ ഇപ്പം ജോൺ ബ്രിട്ടാസ് തന്നെ നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ധനകാര്യമന്ത്രി പോലും സമ്മതിച്ചു കഴിഞ്ഞു. ഇവിടെയൊക്കെ തന്നെ നടക്കാൻ പാടില്ലാത്ത പലതും നടന്നിരിക്കുന്നു. അവിടെ ഹാബിറ്റാറ്റിന്റെ ശങ്കർ ഇത് പറ്റില്ല, ഞാനിത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചുമതലയിൽ നിന്ന് തന്നെ ഒഴിഞ്ഞുപോയി. ഇതൊക്കെ ഈ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ നടക്കുമ്പോൾ ഇത് ഒരു വലിയ അഴിമതിയുടെ ഒരു വലിയ ചിത്രം കേരളത്തിന്റെ മുമ്പിൽ വെച്ചു കഴിഞ്ഞു. അപ്പോൾ പാവപ്പെട്ടവന്റെ വീട് വളരെ വലിയ പ്രളയങ്ങൾ നേരിട്ട് കഴിഞ്ഞ് നിരാലംബരായിട്ടുള്ളവർക്ക് കിട്ടേണ്ടത് അതുപോലും അഴിമതി കയത്തിൽ മുങ്ങിത്താഴുന്ന ഒരവസ്ഥ വരുമ്പോഴല്ലേ ഇത്രയും വലിയ അന്വേഷണ ഏജൻസികളുടെ കയ്യിലേക്ക് ഇത് പോകുന്നത്. കേരളത്തിന്റെ ഇന്റലിജൻസ് തന്നെ അന്വേഷിക്കണമെന്ന് തീരുമാനിച്ചത് കേന്ദ്ര ഗവൺമെന്റ് അല്ലല്ലോ, ഇവിടെ ഇന്റലിജൻസിന്റെ അന്വേഷണം വരെ വന്നല്ലോ. അപ്പോൾ അതൊക്കെ വരാനുള്ള കാരണം എന്താണ്? ഇതിനൊരു സാഹചര്യം ഉണ്ടായത് എന്താണ്? അതാണ് ഞാൻ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ഇത്രമാത്രം അഴിമതിയിൽ മുങ്ങിക്കഴിയുമ്പോൾ കേരളത്തിലെ ഇന്റലിജൻസും കേന്ദ്രത്തിന്റെ ഏജൻസികളും എല്ലാം ഒരുപോലെ വന്ന് കൈകോർത്ത് നിന്ന് അന്വേഷിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന കാര്യമാണോ? അതിനെ ഒരു വികസന വിരുദ്ധത എന്ന് മാത്രം പറയാൻ സാധിക്കുമോ? അത് പാവങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം നഷ്ടപ്പെടുത്തിയത് ഇവിടെ പ്രതിപക്ഷമാണോ അല്ലെ കോടതിയാണോ അഥവാ CBI ആണോ? നടത്തിപ്പിന്റെ ചുമതലയുള്ള സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടും അഴിമതിക്ക് വളം വെച്ചു കൊടുത്ത സാഹചര്യങ്ങളുമല്ലേ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത്? ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുന്നത് ജയസൂര്യൻ. ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് നിങ്ങളല്ലേ? അദ്ദേഹത്തിന് ലൈഫ് പദ്ധതിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള യാതൊരു ധാരണയും ഇല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇവിടെ ബ്രിട്ടാസ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിനകം 2,25,750 പേർക്ക് വീട് കിട്ടിക്കഴിഞ്ഞ 1,35,769 ഗുണഭോക്താക്കൾ ഇനി വരാനിരിക്കുന്ന 8,068 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ച ഈ പദ്ധതിയിൽ ഒരു ചില്ലിക്കാശിന്റെ അഴിമതി ആക്ഷേപം ഇവർക്കാർക്കും ഇതുവരെ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് കിട്ടിക്കഴിഞ്ഞു. 8,068 കോടി രൂപ ചെലവഴിച്ചതിൽ ചില്ലിക്കാശിന്റെ അഴിമതി ആരോപണം ഇവർക്ക് ആർക്കും ഈ 4.5 കൊല്ലം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഉന്നയിച്ച ആക്ഷേപം എന്താണ്? ഉന്നയിച്ച ആക്ഷേപം വടക്കാഞ്ചേരിയിലെ 140 വീടുകളുടെ കാര്യത്തിലാണ്. അത് സർക്കാർ ഫണ്ടല്ല, റെഡ് ക്രസന്റ് UAE കോൺസുലേറ്റ് വഴി അവർ നടപ്പാക്കുന്നതാണ്. അവരുടെ സംഭാവന എന്ന നിലയിൽ ചെയ്തു തരുന്നതാണ്. ഫണ്ട് സർക്കാർ വാങ്ങിയിട്ടില്ല എന്നിപ്പോ കോടതി തന്നെ പറഞ്ഞല്ലോ. ഇതല്ലേ ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്? സർക്കാർ ചില്ലിക്കാശ് ഇതിൽ വാങ്ങിയിട്ടില്ല, ഈ പണമിടപാടുമായിട്ടൊരു ബന്ധവുമില്ല. റെഡ് ക്രസന്റ് വീട് നിർമ്മിച്ച് സർക്കാരിന് കൈമാറുകയാണ്. അപ്പൊ ആകെ 140 ഏതാണ്ട് 4 ലക്ഷത്തോളം വീടുകൾ നിർമ്മിക്കുന്നതിൽ 140 വീടിന്റെ കാര്യത്തിൽ ഇവർ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ആക്ഷേപമാണ്. അതിന്റെ പേരിലാണ് ലൈഫിനെ മുഴുവൻ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ലക്ഷ്യം എന്താണ്? ഈ സർക്കാരിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് ലൈഫ് എന്നത്. അത് ഇവരുടെ ഉറക്കം വല്ലാതെ കെടുത്തുന്നുണ്ട്. ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഇങ്ങനെ ഒരു ബൃഹത്തായിട്ടുള്ള പദ്ധതിയുണ്ടോ? ഭവന നിർമ്മാണ പദ്ധതിയുണ്ടോ? കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും 4 ലക്ഷം രൂപ വീട് വെക്കാൻ കൊടുക്കുന്നുണ്ടോ? ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ BJPയും കോൺഗ്രസും ഭരിക്കുന്നുണ്ടല്ലോ. എവിടെയാണ് ഇതുപോലെ ബൃഹത്തായിട്ടുള്ള ഏകോപിതമായിട്ടുള്ള ഒരു ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് കൊടുത്ത ഒരു ഭവന പദ്ധതി ഉള്ളത്? കേരളത്തിലല്ലാതെ. അപ്പൊ അത് ഇവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. അതിന്റെ രാഷ്ട്രീയ നേട്ടം ഈ ഗവൺമെന്റ് ഉണ്ടാവുമോ എന്ന ആശങ്കയാണ്. അതാണ് ഇതിനെ അട്ടിമറിക്കാനുള്ള ഈ കുതന്ത്രങ്ങൾക്ക് ഇടയാക്കുന്നത്. അത് എപ്പോഴാണ്? 4.5 കൊല്ലം കഴിയുമ്പോഴാണ്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടാണ്. അതാ നേരത്തെ BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞത്. CBI ഉൾപ്പെടെ എല്ലാ ഏജൻസികളും എത്തേണ്ട രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അല്ലാതെ വേറെന്തെങ്കിലും സാഹചര്യം ഉണ്ടായോണ്ടല്ല. രാഷ്ട്രീയ സാഹചര്യമാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്, നിർബന്ധിതമാക്കുന്നത്. 6 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഇങ്ങനെ പോയാൽ ഈ ഗവൺമെന്റ് വീണ്ടും വരും. ദുരന്തത്തിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. ദുരന്തം വന്നവരെ രക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു ദുരന്തം ഉണ്ടായതുമില്ല. അവരുടെ വളരെ ഇച്ഛാഭംഗത്തിലാണ്. ഇത്തവണ ഒരു പ്രളയം വരും, അത് കഴിഞ്ഞാൽ ഒരു വരൾച്ച വരും, അത് കഴിഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ അതുണ്ടായില്ല. സർക്കാരാണെങ്കിൽ വെച്ചടി മുന്നോട്ട് പോവാണ്. ഇന്ന് ദേശീയപാത, ഈ BJP പ്രതിനിധി മനസ്സിലാക്കണം, ദേശീയപാത നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിതിൻ ഗഡ്കരിയുടെ പ്രസംഗം ഒന്നെടുത്ത് കേൾക്കണം, ഒന്ന് കേൾപ്പിക്കണം എന്നാണ് എനിക്ക് ബ്രിട്ടാസിനോട് പറയാനുള്ളത്. ഗഡ്കരിയുടെ കേരള സർക്കാരിന്റെ താല്പര്യമുണ്ടോ? കേൾക്കണം താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം.
ജയസൂര്യക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കേൾപ്പിക്കാം. ജയസൂര്യ പറഞ്ഞാല് ജയസൂര്യയുടെ നേതാവിന്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിലും കേൾപ്പിക്കണം. അല്ല, ജയസൂര്യ പറഞ്ഞാലേ ഞാൻ കേൾപ്പിക്കുള്ളൂ. ജയസൂര്യക്ക് നിതിൻ ഗഡ്കരിയുടെ ശബ്ദം കേൾക്കണം. ഞാനത് താല്പര്യമുണ്ടോ? അല്ല, നിതിൻ ഗഡ്കരിയുടെ പ്രസംഗം ഞാൻ കേട്ട് കഴിഞ്ഞതാണ്. അല്ല, അത് രാജേഷ് അതുകൊണ്ട് വീണ്ടും വീണ്ടും കേൾപ്പിക്കണമെന്നില്ല, എനിക്കറിയാം. സ്വന്തം നേതാവിന്റെ ശബ്ദം ഒരിക്കൽ കൂടി കേൾക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്നാണ് ജയസൂര്യ പറയുന്നത്. ജയസൂര്യ ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന് ആയിക്കോട്ടെ, സ്വന്തം നേതാവിന്റെ പ്രസംഗം ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ഒരു പബ്ലിസിറ്റി കൊടുക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ജയസൂര്യ പറയാണ് കേട്ടു മടുത്തു, ഇനി വേണ്ട എന്നല്ലേ പറഞ്ഞേ? ലിജു അങ്ങനെയല്ല പറഞ്ഞത്, ഞാനത് കേട്ടതാണ്, എനിക്കത് അറിയാം എന്നാണ് പറഞ്ഞത് ലിജു. അതായത് ഇവിടെ രാജേഷ് പറഞ്ഞത് ഒരു കാര്യം അല്ല, ഞാൻ എനിക്ക് രാജേഷ് ഇപ്പൊ ചോദിച്ചല്ലോ. രാജേഷ് എന്ത് ചോദിച്ചു? ഓക്കെ, രാജേഷ് പറഞ്ഞത് ഇതുപോലെ ഒരു പദ്ധതി മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ. പാർലമെന്റ് നടപടികളൊക്കെ കാണുന്നയാളല്ലേ ശ്രീ രാജേഷ്. ഈ രാജ്യത്തിന്റെ ഓരോ സംസ്ഥാനങ്ങളിലും നടന്ന ഭവന നിർമ്മാണ പദ്ധതികളും അതിന്റെ എണ്ണവും ഒക്കെ ഞാൻ ഇനി രാജേഷിനെ എണ്ണി പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമെന്നുള്ള നിലയില് ഈ സംസ്ഥാനത്തും കേന്ദ്രത്തിൻ്റെതായ ഫണ്ടുകൾ, അതായത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുമായിട്ട് 2022 എല്ലാവർക്കും സമ്പൂർണമായ പാർപ്പിടം കൊടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന ആവാസ് യോജന പദ്ധതി, ആ ആവാസ് യോജന പദ്ധതിയാണല്ലോ കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ ലൈഫ് എന്ന് പേര് മാറ്റി ഇവിടെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ആ ആവാസ് യോജന പദ്ധതിയുടെ അടിസ്ഥാനത്തില് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ ഈ ലൈഫിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ ഓരോ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ബേസിക്കലി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ തരുന്ന പൈസയും നമ്മുടെ പൈസയൊക്കെ തന്നെയാണ്. ഇതാരും അവിടുന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ആകാശത്ത് നിറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന നികുതിപ്പടത്തിൻ്റെ വീതമാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഇനി ജയസൂര്യയുടെ ഒരു കണക്കൂടെ പറയാം. അതായത് സദേൺ സ്റ്റേറ്റ്സിൻ്റെ പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ അത്രയൊന്നും അവർക്ക് കിട്ടണില്ല. ഞാൻ പിന്നെ അങ്ങനെ ഒരു വിഭാഗീയതയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേങ്കിൽ എപ്പോഴും ആൾക്കാർ ഈ പറയുമ്പോഴുണ്ടോ അവിടുന്ന് ഞങ്ങൾ തന്നതല്ല എന്ന് ചോദിക്കുന്നു. ഞാനിതിവിടെ ഓൾറെഡി അക്നോളജ് ചെയ്ത് പോയതാണ്. അതായത് കേന്ദ്രത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയിലെ കോൺട്രിബ്യൂഷനും തദ്ദേശ സ്വയംഭരണ ലിജുവിൻ്റെ പാർട്ടി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും പഞ്ചായത്തിൻ്റെ ഉൾപ്പെടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഉൾപ്പെടെയുള്ള ഒരു നൂതന പ്രോജക്റ്റാണ് ലൈഫ്. അതിൽ തർക്കമില്ല. പക്ഷേങ്കിൽ ഞങ്ങൾ തന്നു എന്ന് ഒരാൾ പറയുമ്പോൾ, കേന്ദ്ര സർക്കാർ തന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ ഒരു വിയോജിപ്പുണ്ട്. നമ്മുടെ നികുതിപ്പടത്തിൻ്റെ ഒരു വീതമായി ഇങ്ങോട്ട് തരുന്നത്, അതിന് സംശയം വേണ്ട. ലിജു ഒരു സെക്കൻഡ്, എനിക്കൊരു പക്ഷേ ഹരീഷ് വളരെ കൃത്യമായിട്ട് ഇന്നത്തെ കോടതി വിധിയെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു. അതായത് ഇത് നിലനിൽക്കുന്ന പ്രശ്നമില്ല. നിയമങ്ങളെക്കുറിച്ച് FCRA കുറിച്ച് ഒരു ധാരണയുണ്ടെങ്കിൽ ഇന്ന് ഈ കേസ് കോടതി നിലനിൽക്കുമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അടിസ്ഥാനപരമായി തെറ്റ് പറ്റി എന്ന് ഹരീഷ് ആണയിട്ട് പറഞ്ഞു. ലിജുവിനെ പോലെ ഇത്രയും ധാരണയുള്ള ഒരു വ്യക്തതയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ലിജു ഇങ്ങനെ അനുമാനിക്കാൻ പറ്റുന്നത്? ഞാൻ ഈ ചർച്ചയുടെ താമസിച്ച് വന്ന് ചേർന്നുകൊണ്ട് നേരത്തെ നടന്ന ചർച്ചകൾ കേട്ടിരുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സർക്കാർ കോടതിയിൽ മുന്നോട്ട് വെച്ച ആർഗ്യുമെന്റിൽ ലൈഫ് മിഷൻ മാത്രമല്ല യൂണിടാക്കിന് വേണ്ടിയും പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഏജന്റ് എന്ന നിലയിൽ അവരുടെ ദൗത്യം നിർവഹിച്ച ഒരു ഏജൻസി ഇത്തരത്തിൽ പണം കൈപ്പറ്റുന്നത് FCRA ആക്ടിന്റെ ലംഘനമല്ല എന്നതുകൊണ്ട് അവരെ കൂടി ഒഴിവാക്കണം എന്ന തരത്തിലാണ് സർക്കാർ കോടതിക്ക് മുമ്പാകെ വാദഗതികൾ അവതരിപ്പിച്ചത്. അത് നിലനിന്നോ? അത് കോടതി തള്ളിക്കളഞ്ഞില്ലേ? ഇവിടെ ഗവൺമെന്റിനെ സംബന്ധിച്ച് മുന്നോട്ട് വെച്ചൊരു വാദഗതി, അതായത് ഞങ്ങൾ നേരിട്ട് പണം കൈപ്പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് അതിനകത്ത് ആർക്കും ഡിസ്പ്യൂട്ടും ഇല്ല. കാരണം അത് വളരെ ബുദ്ധിപൂർവ്വം സർക്കാരും ലൈഫ് മിഷനും റെഡ് ക്രസന്റും തമ്മിൽ കരാർ ഒപ്പിട്ടെങ്കിലും റെഡ് ക്രസന്റ് പണം കൈമാറിയത് UAE കോൺസുലേറ്റിലേക്കാണ്. UAE കോൺസുലേറ്റും യൂണിടാക്കും തമ്മിലാണ് കരാർ ഒപ്പിട്ടത്. UAE കോൺസുലേറ്റിലേക്ക് വന്ന പണം യൂണിടാക്കിന് കൊടുത്തു. യൂണിടാക്ക് അതിന്റെ കമ്മീഷനായി സ്വപ്ന സുരേഷിനെ ഉൾപ്പെടെയുള്ള ആളുകളെ ഏൽപ്പിച്ചു. അവർ കൊടുക്കാനുള്ളടുത്ത് കൊടുത്തു. അപ്പൊ സ്വാഭാവികമായും
ലൈഫ് മിഷൻ നേരിട്ട് അതിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈഫ് മിഷൻ നേരിട്ട് പണം കെട്ടി കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന സർക്കാരിന്റെ വാദം നിലനിൽക്കും. അതുകൊണ്ടാണ് ലൈഫ് മിഷനെയും അതിന്റെ ഉദ്യോഗസ്ഥനായ UV ജോസിനെയും ഇതിന്റെ പരിധിയിലേക്ക് വരുത്താത്തത്. പക്ഷേ യൂണിടാക്കിനെ ഒഴിവാക്കണം എന്ന സർക്കാരിന്റെ നിലപാട് കോടതി അംഗീകരിച്ചോ? അംഗീകരിച്ചില്ലല്ലോ. എനിക്കതിനെ ഒരു പ്രതികരണമുണ്ട്, പക്ഷെ ഹരീഷുള്ള സ്ഥിതിക്ക് ഞാൻ പ്രതികരിക്കാൻ പോകുന്നില്ല. ഹരീഷ് പറയട്ടെ. ഹരീഷ്, ലിജു പറഞ്ഞ കേട്ടോ? കേട്ടു. 2 ക്രിമിനൽ MC അല്ലേ ഹൈക്കോടതിയുടെ മുമ്പാകെ വന്നത്. ഈ 2 ക്രിമിനൽ MCയിൽ യൂണിടാക്കിന്റെ വാദവും സർക്കാരിന്റെ വാദവും അല്ലേ പറഞ്ഞത്. സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് ഫീസ് കൊടുത്ത് സർക്കാർ കൊണ്ടുവന്ന അഭിഭാഷകൻ യൂണിടാക്കിനെ വെറുതെ വിടണമെന്ന് ഒരു വരി പറഞ്ഞതായിട്ട് ആ കോടതിയുടെ ഒരു ദിവസത്തെ ആർഗ്യുമെന്റ് കേട്ടിരുന്ന എനിക്കറിയില്ല. 2ാമത്തെ ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല. കോടതിയുടെ വിധിയിൽ എവിടെയും പരാമർശമില്ല. അങ്ങനെ ഒരു കേസ് സർക്കാരിനുള്ളതായി സർക്കാരും എവിടെയും പരസ്യമായിട്ടോ കോടതിക്കകത്തോ ക്ലെയിം ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഇത് ഫോളോ ചെയ്യുന്ന ലിജു അത് അറിയാമായിരിക്കും. അദ്ദേഹം അത് പറയണം. എവിടെയാണ് സംസ്ഥാന സർക്കാർ യൂണിടാക്കിനെ ഈ കേസിൽ നിന്ന് അങ്ങനെ പറയാൻ പറ്റുമോ ലിജു? എനിക്കൊരു ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു കേസ് ആർഗ്യൂ ചെയ്യുമ്പോൾ എന്റെ ഭാഗത്തില്ലാത്ത ഒരാളുടെ കേസ് എനിക്ക് വാദിക്കാൻ പറ്റുമോ? എനിക്ക് വക്കാലത്തില്ലാത്ത ഒരാളുടെ കേസ് എനിക്ക് വാദിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട സീനിയർ അഭിഭാഷകൻ KV വിശ്വനാഥൻ ഭരണഘടനാ വിദഗ്ധനാണ്. അദ്ദേഹം സർക്കാരിന് അനുകൂലമായിട്ടും എതിരായിട്ടും വാദിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി ഇതിനകത്ത് വരില്ല എന്ന് വാദിക്കുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? എന്താ ഹൈക്കോടതി ഇന്ന് പറഞ്ഞത്? ഹൈക്കോടതി ഇന്ന് പറഞ്ഞത് ഈ തെളിവുകളെല്ലാം ശരിയാണെങ്കിലും ലൈഫ് മിഷനെയോ യൂണിടാക്കിനെയോ ഇതിന്റെ 3(1)ൽ പെടുത്താൻ പറ്റില്ല. 3(1) എന്ന് പറയുന്നത് ആരൊക്കെ ഈ പറയുന്ന രജിസ്ട്രേഷൻ ഇല്ലാതെ പണം കൈപ്പറ്റാൻ പാടില്ല എന്ന ലിസ്റ്റിൽപ്പെട്ട ആളുകളാണ്. ആ ലിസ്റ്റിൽ എവിടെയും ഇവർ രണ്ടുപേരും ഇല്ല. അതുകൊണ്ട് 3(1) ഇവർക്ക് രണ്ടുപേർക്കും അപ്ലിക്കബിൾ അല്ല. പിന്നെ എന്താണ് ബാക്കി നിൽക്കുന്നത്? 3(2)ലെ B എന്ന് പറയുന്ന സബ് ക്ലോസ് ആണ്. ആ B സബ് ക്ലോസിൽ എന്താ പറയുന്നത്? ഈ പൈസ കിട്ടിയ യൂണിടാക്ക് അതിന്റെ കിക്ക് ബാക്ക് എന്ന രീതിയിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ടോ? ഇതാണ് പരിശോധിക്കേണ്ടത്. ഇത് പരിശോധിക്കണം എന്ന് പറയുന്ന വാദം സംസ്ഥാന സർക്കാരിന്റെ വാദമാണോ? അത് പരിശോധിക്കേണ്ടെന്ന് എനിക്കറിയില്ല. 2 ക്രിമിനൽ MC ഉള്ളതിൽ ഒരു ക്രിമിനൽ MCയിൽ ഓർഡർ കൊടുക്കുകയും മറ്റേ ക്രിമിനൽ MCയിൽ ഓർഡർ റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൽ സംസ്ഥാന സർക്കാർ യൂണിടാക്കിന്റെ കേസ് നിലനിൽക്കില്ല എന്ന് എവിടെയാണ് വാദിച്ചതെന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും ലിജു, അതായത് ഹരീഷ് പറഞ്ഞതിനോട് ഞാൻ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ, അതായത് വിദേശ ഫണ്ട് ഈ പറഞ്ഞ യൂണിടാക്ക് സ്വീകരിച്ചാലും പ്രശ്നമില്ല. പക്ഷേ വിദേശ ഫണ്ട് സ്വീകരിക്കാൻ പാടില്ലാത്തവർ യൂണിടെക്കിലൂടെ പൈസ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. അല്ലേ ഹരീഷ്? അതല്ലേ കറക്റ്റ് ആയിട്ടുള്ളത്? അതാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. അതാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. അപ്പൊ അവിടെ ഒരു തർക്കത്തിനൊരു സ്കോപ്പില്ല. എന്താ കാരണത്താൽ ഈ സന്തോഷ് ഈപ്പൻ ആർക്കെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഈ പറഞ്ഞ വിദേശ പണം കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം കിട്ടാൻ പാടില്ല. ഇപ്പോൾ ഇതാ പറഞ്ഞ ലിജു മനസ്സിലാക്കിക്കോളൂ. എന്തെങ്കിലും ഉൽപ്പന്നം കൊടുത്താലും, അതിപ്പം ഫോണോ വാഷിംഗ് മെഷീനോ എന്ത് കൊടുത്താലും അതും ഈ പറഞ്ഞ പോലെ അന്വേഷണ പരിധിയിൽ വരുന്നൊരു കാര്യം കൂടിയാണ്. അത് ശ്രദ്ധിക്കണം. ഇനി ഒരു സ്വാഭാവികമായ ഒരു കാര്യം അതായത് ഹരീഷ്, ഈ ലൈഫ് മിഷൻ എനിക്ക് ആ ഡോക്യുമെന്റ് കൃത്യമായി എനിക്ക് എന്റെ കയ്യിൽ ഇപ്പൊ ഡോക്യുമെന്റിന്റെ പ്രിന്റ് ഔട്ട് ഇല്ല. ഒരു നിമിഷം. ഹലോ, ലിജു പറഞ്ഞോളൂ. ലിജുവിനോട് ഒരു കാര്യം പിന്നെ രാജേഷ് ചോദിക്കണം. ചോദിക്കൂ രാജേഷ്. നോക്കൂ, ലിജുവിന്റെ കയ്യില് കോടതിയുടെ ഇന്നത്തെ ഉത്തരവില്ലെന്ന് പറഞ്ഞു. ഞാനിപ്പോ വാട്സപ്പിൽ അയച്ചു തരാം. അതിൽ ഖണ്ഡിക 7, 8, 9 ഈ 3 ഖണ്ഡിക സർക്കാരിന് വേണ്ടി ഹാജരായ ശ്രീ K വിശ്വനാഥന്റെ വാദങ്ങൾ കോടതി അതിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. ഖണ്ഡിക 7 തുടങ്ങുന്നത് തന്നെ ഹേഡ് ശ്രീ K വിശ്വനാഥൻ ലേണഡ് സീനിയർ കൗൺസിൽ അപ്പിയറിംഗ് ഫോർ ദ പെറ്റീഷണർ എന്ന് പറഞ്ഞിട്ടാണ് ലൈഫ് മിഷന് വേണ്ടിയിട്ട്. 7, 8, 9 അതിൽ ഞാനിപ്പോൾ വാട്സാപ്പിൽ ലിജുവിനെ അയച്ചു തരാം. ഒരു വാചകം എവിടെയാണ് സർക്കാരിന് വേണ്ടി ലൈഫ് മിഷന് വേണ്ടി ഹാജരായ വക്കീൽ യൂണിടാക്കിന്റെ ഭാഗം അവതരിപ്പിച്ചത്, യൂണിടാക്കിനെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ വാദങ്ങളെല്ലാം, പ്രസക്തമായ വാദങ്ങളെല്ലാം കോടതി എടുത്തു ചേർത്തിട്ടുണ്ട്. ഈ 3 ഖണ്ഡികകളിലായിട്ട് എല്ലാ അഭിഭാഷകരുടെയും വാദങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ MLA-യുടെ അഭിഭാഷകന്റെ വാദവും കൊടുത്തിട്ടുണ്ട്. ഈ 3 ഖണ്ഡിക എടുത്താൽ മതി. ഞാൻ ലിജുവിനെ സഹായിക്കാൻ വേണ്ടി പറയാണ്. 7, 8, 9 3 ഖണ്ഡിക പറയുന്നുണ്ട്. എവിടെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? അല്ല, രാജേഷ് കൊടുത്ത വാട്സപ്പ് വായിക്കാനുള്ള ഒരു സമയം കൊടുക്കണം രാജേഷ്. ലിജു എന്തോ പറഞ്ഞു തുടങ്ങിയിരുന്നു. ലിജു, ഇതാണ് രാജേഷ് പറഞ്ഞത്. അതെ, അതായത് ജഡ്ജ്മെന്റ് എല്ലാം വാട്സാപ്പിൽ നമുക്ക് ലഭ്യമാണല്ലോ. പക്ഷേ
ഞാൻ ഈ ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഡോക്യുമെന്റിൽ യൂണിടാക് FCRAയുടെ പരിധിയിൽ വരുന്നില്ല എന്ന തരത്തിൽ അവർ പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ കോടതിയിൽ ഇപ്പൊ സബ്മിറ്റ് ചെയ്ത ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ UV ജോസ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമല്ലേ? അത് വാസ്തവല്ലേ? അത് വാസ്തവല്ലേ ലിജു? FCRAയുടെ പരിധിയിൽ വരുന്നില്ല എന്ന് പറഞ്ഞ കാര്യം സ്വാഭാവികമായിട്ടും ഇന്ന് കോടതി തള്ളിക്കളഞ്ഞല്ലോ. കോടതി അതുകൊണ്ടാണല്ലോ CBI അന്വേഷണം അതിൽ തുടരണം എന്ന് പറഞ്ഞതിന്റെ കാരണം അതല്ലേ. കൂടാതെ നിലവിലുള്ള ഒരു സാഹചര്യം നോക്കുക. പിന്നെ ഈ അന്വേഷണം തുടരുമ്പോ നാളെ ഈ യൂണിടാക് നൽകിയ പണം അതായത് അത് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കോ വ്യക്തികൾക്കോ കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റേ ഒന്നും പ്രസക്തമല്ലാതാകും. എന്ന് പറഞ്ഞാൽ കോടതി പോലും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ പണക്കൈമാറ്റം നടന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കരാർ ഒപ്പിട്ട് കിട്ടിയ 20 കോടി രൂപ, ആ 20 കോടി രൂപ UAE എക്സ്ചേഞ്ചിൽ വന്ന് യൂണിടാക്കിന് കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ അവർ തന്നെ പറയുന്നു നമ്മുടെ മുന്നിൽ കാണുന്ന 9 കോടിയോളം രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കൈമാറ്റം ചെയ്യപ്പെട്ട പണം വ്യക്തികളിലേക്കോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കോ ചെന്നിട്ടുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ ബാൻ ഒന്നും തന്നെ, അതായത് ലൈഫ് മിഷന് നേരിട്ട് പണം കിട്ടാത്തത് കൊണ്ട് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വാദഗതികളെല്ലാം തന്നെ പ്രസക്തമാകും. അതിനകത്ത് ശ്രീ രാജേഷിനും ശ്രീ ഹരീഷിനും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇവിടെ കൂടുതൽ പ്രസക്തം. അതുകൊണ്ടാണ് അന്വേഷണം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രസക്തമാകുമെന്ന് ഞാൻ പറഞ്ഞു. ഹരീഷ്, അതായത് വളരെ തന്ത്രപരമായിട്ടുള്ള പ്രസ്താവനയാണ് ലിജു നടത്തുന്നത്. അതായത് ഈ പറയുന്ന യൂണിടാക്കിലൂടെ CBI പിടിച്ചു കയറിക്കോളും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഒന്നുമല്ല ശരി. അതായത് ഒരു ദേശീയപാതയ്ക്ക് ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരു ബൈപ്പാസ് ഉണ്ടാക്കുന്ന പോലെ ഒരു ബൈപ്പാസായിട്ട് ഒരു യൂണിടാക് കടപ്പുണ്ടല്ലോ എന്നാണ് ലിജു പറയുന്നത്. ലിജു പറയുന്ന പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ് എനിക്ക് മനസ്സിലാവും. ഞാൻ UV ജോസ് പിടിക്കപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല, പിടിക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ കേസ് എതിരെ പോലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ നിയമം വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ അതിന്റെ സത്യം ആളുകളോട് പറയാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. 3(1) ഇത് നിൽക്കില്ല എന്ന് കോടതി പറഞ്ഞത് യൂണിടാക്കിനും ലൈഫിനും ഒരുപോലെ ബാധകമാണെന്ന് കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സംശയവും ആർക്കും വേണ്ട. 3(1) ഉണ്ടെന്നായിരുന്നു CBIയുടെ വാദം. CBIയുടെ വാദം തള്ളി, പരാതിക്കാരന്റെ വാദവും തള്ളി. നമ്മൾ ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് നമുക്ക് രാഷ്ട്രീയം എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്യാം. നിയമസത്യങ്ങളെ നമ്മൾ അങ്ങനെ തന്നെയായിട്ട് അംഗീകരിക്കേണ്ടതാണ്. അപ്പൊ 3(1) നിൽക്കില്ല എന്ന് പറഞ്ഞു. ഈ സന്തോഷ് ഈപ്പനിൽ നിന്ന് ആ അന്വേഷണം പുരോഗമിച്ചല്ലേ മുമ്പോട്ട് പോയത്? CBI സന്തോഷ് ഈപ്പനിലല്ലേ കാര്യങ്ങൾ തുടങ്ങിയത്? സന്തോഷ് ഈപ്പന് ഫണ്ട് എവിടുന്ന് കിട്ടിയെന്ന് അന്വേഷിച്ചു. സന്തോഷ് ഈപ്പൻ കിട്ടിയ ഫണ്ടിന്റെ എങ്ങോട്ടൊക്കെയാണ് അത് പോയതെന്ന് അന്വേഷിച്ചു. ആ പോയി നേരെ ചെന്ന് നിൽക്കുന്നത് എവിടെയാ? തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിന്റെ കോൺസുലേറ്റ് ജനറലിന്റെ അടുത്താണ് പോയി നിൽക്കുന്നത്. അവിടുന്ന് ഒരടി മുമ്പോട്ട് പോയില്ല. അവിടുന്ന് U-ടേൺ എടുത്തിട്ടാണ് ആ ഇൻവെസ്റ്റിഗേഷൻ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഏജൻസിയായ ഈ ലൈഫ് മിഷന്റെ ഉദ്യോഗസ്ഥരെ 3(1) കക്ഷിയാക്കി. 3(1) അവർ ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഡയറക്ട്ലി പണം കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കോടതി ഇപ്പൊ തടഞ്ഞു. ഇനി എങ്ങോട്ടാണ് ഈ അന്വേഷണം മുമ്പോട്ട് പോകേണ്ടത്? തീർച്ചയായിട്ടും ഈ ഇത് കൈമാറ്റം നടത്തിയ, ഇതിൽ കിട്ടിയ ബെനിഫിറ്റ് കിട്ടിയ ആളുകളിലേക്കാണ്. അങ്ങനെ പോകണ്ട എന്നൊരു കേസ് ഇതിനകത്ത് ആരെങ്കിലും പങ്കുവച്ചിരുന്നോ? ഈ കൊടുത്ത ഇപ്പൊ ശ്രീ ലിജു തന്നെ പറഞ്ഞു, ലൈഫ് മിഷൻ കൊടുത്ത കംപ്ലൈന്റിനകത്ത് 3(1) യൂണിടാക്കിന് പോലും അവർക്കെതിരായി പോലും നടപടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് പറഞ്ഞിട്ടുണ്ട്. അത് കോടതിയിൽ നിന്ന് ശരിവെച്ചിട്ടുമുണ്ട്. അത് നമ്മൾ അംഗീകരിക്കണം. ആ വാദഗതി CBIക്ക് പിൻവലിക്കേണ്ടി വന്നു. എന്നാൽ പണം കൈമാറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ അഴിമതിയല്ലേ? യൂണിടാക്കിൽ നിന്ന് ലൈസൻസോ പെർമിഷനോ വാങ്ങാൻ, അതിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നു, യൂണിടാക്കിൽ നിന്ന് ലൈസൻസോ പെർമിഷനോ വാങ്ങാൻ ആരെങ്കിലും പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സബ് ക്ലോസ് ബിയിൽ അന്വേഷിക്കുന്നതിന് തടസ്സമില്ല CBIക്ക്. അതുകൊണ്ടാണ് ശ്രീ K. വിശ്വനാഥനോട് കേരള ഹൈക്കോടതി ചോദിച്ചത്, നിങ്ങളുടെ വിജിലൻസ് എന്ത് അന്വേഷണമാണ് നടത്തുന്നത് എന്ന് ചോദിച്ചു. ഇതിനകത്ത് എന്തെങ്കിലും ക്രമക്കേടുണ്ടോ എന്ന അന്വേഷണമാണ് വിജിലൻസ് നടത്തുന്നതെന്ന് പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 2 തരത്തിലുള്ള ഒഫൻസ് വരും. ഒന്ന്, ഇപ്പോൾ CBI ഈ പറയുന്ന സന്തോഷ് ഈപ്പനിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ പണം കൈപ്പറ്റിയതിന്റെ ഒഫൻസ്. 2, കേരള വിജിലൻസ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഒഫൻസ്. തീർച്ചയായിട്ടും വരും. അതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? കൈക്കൂലി മേടിച്ചാൽ അതും നിയമവിധേയമാണ് എന്ന് ആർക്കെങ്കിലും വാദിക്കാൻ പറ്റുമോ? ലിജു, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ ഇതിനകത്ത് ഏറെക്കുറെ സ്പഷ്ടതയുണ്ട്, വ്യക്തതയുണ്ട്. എങ്കിൽ പോലും
എന്താണ് ഇന്നത്തെ കോടതി വിധിയുടെ ഒരു സാരം? ഞാൻ വേണമെങ്കിൽ ലിജുവിന് കോടതി വിധിയുടെ രാജേഷ് എന്തായാലും വളരെ പിന്നെ ഒന്നുണ്ടല്ലോ രാജേഷ് എന്തായാലും അതിന്റെ യഥാർത്ഥ KPCC കിട്ടിയതിനേക്കാൾ അപ്പുറത്ത് ഒറിജിനൽ ആയിട്ടുള്ള വേർഡിക്റ്റ് രാജേഷ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാല് ചില പേജുകൾ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ വരാം ലിജു, ഞാൻ തിരിച്ചു വന്നിട്ടേ പോകുള്ളൂ. ഒരുപക്ഷെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സാധാരണ പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ FCRA 3A ക്ലോസ് CA ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടാവില്ല. ഒരുപക്ഷെ ഹരീഷും രാജേഷും ജയസൂര്യയും ലിജു ഒക്കെ വളരെ ഭംഗിയായിട്ട് ഇത് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. എന്താണ് വിധിയുടെ അന്തസാരമെന്ന് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ഏതാനും കാർഡുകൾ കൂടി കൊടുക്കുകയാണ്. ഒരുപക്ഷെ ചർച്ച മുമ്പോട്ട് പോകുന്നതിന് അത് സഹായകരമായി പ്രേക്ഷകരുടെ ഇൻവോൾവ്മെൻറ്റും കൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. നോക്കാം. ലൈഫ് മിഷൻ FCRA നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. ഇത് കോടതി പറഞ്ഞിരിക്കുന്നതാണ്, ഒന്നും എൻ്റെ വകയല്ല. ശ്രദ്ധിക്കുക. ലൈഫ് മിഷൻ നേരിട്ട് വിദേശ സഹായം കൈപ്പറ്റിയിട്ടില്ല എന്നത് അവിതർക്കികം, തർക്കമില്ലാത്ത കാര്യം. FCRA നിയമത്തിലെ 3 ക്ലോസ് 1 ക്ലോസ് C വകുപ്പ് അനുസരിച്ച് വിദേശ സഹായം സ്വീകരിക്കുന്നതിൽ വിലക്കുള്ളവരുടെ പട്ടികയിൽ ലൈഫ് മിഷൻ ഉൾപ്പെടില്ല. ഇത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതാണ്. അടുത്തത് അടുത്ത വാക്കാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഐസ്ഡം ജനറിസ് എന്നാണ്. ഇതിനെ പറയുന്നത് ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചു കാലം നിയമം പഠിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഐസ്ഡം ജനറിസ് ഒരേ തരത്തിലുള്ളവയെ ഒന്നിച്ച് കണക്കാക്കുക എന്ന നിയമതത്വം അനുസരിച്ച് ലൈഫ് മിഷൻ നിർമ്മാണ കമ്പനി എന്നിവർ FCRA നിയമത്തിലെ സെക്ഷൻ 3 ക്ലോസ് 1 ക്ലോസ് Cയുടെ പരിധിയിൽ വരില്ല. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതാണ് ഹരീഷ് അടിവരയിട്ട് പറഞ്ഞത്. അടുത്തത്, നിർമ്മാണ കരാർ ഏൽപ്പിച്ചു എന്ന കാരണത്താൽ യൂണിടാക് കമ്പനിയെ UAE കൗൺസിലേറ്റിന്റെ ഏജന്റായി കണക്കാക്കാൻ കഴിയില്ല. FCRA നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകളും അന്വേഷണ ഏജൻസി നൽകിയ തെളിവുകളും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കേസിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിയാക്കിയത് ന്യായീകരിക്കാൻ കഴിയില്ല. UAE കൗൺസിലേറ്റിലുള്ളവർക്ക് കോഴ നൽകിയെന്ന് യൂണിടാക് ഉടമ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കുറ്റകരമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് സന്തോഷ് ഷീപ്പിനെതിരായിട്ടുള്ള അന്വേഷണത്തിൽ ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല. വളരെ വ്യക്തം. ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥരെ രജിസ്റ്റർ ചെയ്ത കേസിലെ എല്ലാ തുടർ നടപടികളും കോടതി തടഞ്ഞു. അഡ്വക്കേറ്റ് ജയസൂര്യ നോക്കുക, എവിടെയാണ് ഒരു അംബിഗ്വിറ്റി? അതായത് ലിജു പറഞ്ഞതുപോലെ ഒരു ബൈപ്പാസ് വെട്ടിയിട്ടിട്ടാണോ ഹൈക്കോടതി ഈ വിധി പ്രഖ്യാപിച്ചത്? നാഷണൽ ഹൈവേയിലെ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി ഒരു ബൈപ്പാസ് ഉണ്ട്. ആ ബൈപ്പാസിലൂടെ MP രാജേഷിൻ്റെ പാർട്ടിയിലേക്ക് കയറും, സെക്രട്ടേറിയറ്റിലേക്ക് കയറും, AK സെൻറ്ററിലേക്ക് കയറും എന്നൊക്കെയാണ് ലിജു പറഞ്ഞത്. ഇത് കേന്ദ്ര നിയമത്തിനെ വ്യാഖ്യാനിച്ചതാണ് ജയസൂര്യ. അനിലക്കരയുടെ പരാതിക്ക് മേലുള്ള CBI കേസിൽ നിങ്ങൾ ലിജു സമർത്ഥിക്കുന്ന പോലെ സമർത്ഥിക്കേണ്ടതുണ്ടോ എന്നുകൂടി ജയസൂര്യ ആലോചിക്കേണ്ടതാണ്. പറയൂ ജയസൂര്യ. അല്ല, എനിക്കിപ്പം മറ്റാരെങ്കിലും സമർത്ഥിക്കുന്നതിനെ പിന്താങ്ങേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ വ്യക്തമായിട്ട് ഇതിൽ കാര്യങ്ങളുണ്ട്. സന്തോഷ് ഈപ്പനെ സംബന്ധിക്കുന്ന അന്വേഷണം തുടരാം എന്ന് പറയുമ്പോൾ സന്തോഷ് ഈപ്പന് ഈ പറയുന്ന കരാർ എങ്ങനെ കിട്ടി എന്നുള്ളത് അന്വേഷണ വിധേയമാകും. യൂണിടാക്കിലേക്ക് ഈ പണം എങ്ങനെ വന്നു എന്നുള്ളത് അന്വേഷണ വിധേയമാകും. അതുപോലെ റെഡ് ക്രസന്റ് എങ്ങനെയാണ് സന്തോഷ് ഈപ്പൻ വരെ എത്തുന്നത് എന്നുള്ളതും അന്വേഷണ വിധേയമാകും. ആ അന്വേഷണം നടക്കണം എന്ന് ആണ് എൻ്റെ ആവശ്യം, ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇവിടെ ഇവരൊന്നും പ്രത്യേകം ദ്വീപുകളല്ല. അത് വളരെ വ്യക്തമാണല്ലോ. അത് മുഖ്യമന്ത്രി UAE പോയി കൊണ്ടുവന്ന ഫണ്ട്, അപ്പോൾ റെഡ് ക്രസന്റ് വഴി കേരളത്തിലേക്ക് വന്ന ഫണ്ട്, ആ റെഡ് ക്രസന്റിൽ നിന്ന് സന്തോഷ് ഈപ്പനിലേക്ക് വന്ന ഫണ്ട്, ഇതിനിടയിൽ സ്വപ്ന സുരേഷിന് കമ്മീഷൻ കിട്ടിയെന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിക്കട്ടെ. ആ അന്വേഷണം നടക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം പുറത്തു വരിക തന്നെ ചെയ്യും. അതിനു മുമ്പ് നമ്മൾ തീർപ്പ് കൽപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സന്തോഷ് ഈപ്പന്റെ ആ ഒരു കേസും കൂടെ തടഞ്ഞിരുന്നു എന്നിരിക്കട്ടെ, അന്വേഷിക്കണ്ട, ഇവിടെ യാതൊരു അന്വേഷണ സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്
തള്ളിക്കളയുകയായിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് പറയാമായിരുന്നു. പക്ഷെ അതല്ലല്ലോ. FIR റദ്ദ് ചെയ്തിട്ടില്ല, കേസിന്റെ അന്വേഷണത്തെ തടഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ പോലെ വേറൊരാളുടെ വാദഗതിയെ സമർത്ഥിക്കേണ്ടതില്ല, അത് വേറൊരാളുടെ വാദഗതിയെ സമർത്ഥിക്കേണ്ടതില്ല എന്ന് ജയസൂര്യൻ പറയുമ്പോൾ പോലും ലിജു തുടക്കം കുറിച്ച ബൈപ്പാസ് തിയറിയാണ് ജയസൂര്യനെ ഉയർത്തിപ്പിടിക്കുന്നത്. നമ്മൾ ഈ ചർച്ചയിൽ ഒരു പുതിയ തിയറി ഉണ്ടായിട്ടുണ്ട്, ബൈപ്പാസ് തിയറി. ഇത് ഓണറബിൾ ഹൈക്കോടതി ഇത് കേട്ടാൽ എന്ത് പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അതായത് ലിജു സൃഷ്ടിച്ചിരിക്കുന്ന ബൈപ്പാസ് തിയറിയുടെ ഒരു വക്താവായിട്ടും കൂടി ജയസൂര്യൻ രംഗത്ത് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അല്ല, ഇവിടെ ലിജുവിന്റെ ബൈപ്പാസിൽ പിന്നാലെ പോവുമായിരിക്കും BJP. പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് BJP വെട്ടിയ പാതയിൽ പിന്നാലെ പോവുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. അത് ശബരിമല വിധി മുതൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നാമജപ ഘോഷയാത്ര മുതൽ BJPയുടെ പിന്നാലെ പോവാണ്. ഇവിടെ എന്തുകൊണ്ടാണെന്നറിയില്ല, മറ്റേ ലിജു വളരെ സീനിയർ നേതാവായതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ പിന്നാലെ പോവാൻ ജയസൂര്യ തീരുമാനിച്ചിട്ടുള്ളത്. അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞത്, ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ ഇന്ന കാര്യങ്ങളൊക്കെ അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. ആ ആഗ്രഹം പക്ഷെ കോടതി അംഗീകരിച്ചിട്ടില്ല. അവരുടെ ആഗ്രഹം അനുസരിച്ചാണല്ലോ CBIയെ കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് CBIയെ കൊണ്ടുവന്നത്. പക്ഷെ CBI ഇപ്പോൾ ഈ കോടതി വിധിയോടുകൂടി CBIയുടെ അന്വേഷണത്തിന് സ്റ്റേ ആയിരിക്കുകയാണ്. വളരെ കൃത്യമായിട്ടുള്ള കാര്യം എന്താണ്, ഈ വിവാദം വന്ന മുതൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യം എന്താണ്, ഇതിൽ സർക്കാർ കക്ഷിയല്ല. വിദേശത്ത് നിന്നുള്ള ഫണ്ട് സർക്കാർ വാങ്ങിയിട്ടില്ല, ലൈഫ് മിഷൻ വാങ്ങിയിട്ടില്ല. ഈ ഒരു തരത്തിലുള്ള പണമിടപാടിലും സർക്കാർ കക്ഷിയല്ല. യൂണിടാക്കിനെ തെരഞ്ഞെടുത്തത് സർക്കാരല്ല, യൂണിടാക്കിനെ തെരഞ്ഞെടുത്തത് കോൺസുലേറ്റ് ആണ്. പൈസ നേരിട്ട് കോൺസുലേറ്റ് യൂണിടാക്കിന് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ വാദങ്ങൾ ഇന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമ്മീഷൻ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്. അതിന് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. അതവർ നിയമ നടപടി നേരിട്ടോട്ടെ. അത് സർക്കാരിനെ ബാധിക്കുന്ന കാര്യമില്ല. സർക്കാരിന്റെ ഭാഗം പറഞ്ഞിട്ടാണ് കോടതിയിൽ പോയത്. സർക്കാർ ലൈഫ് മിഷനെ ഇതിൽ പ്രതി ചേർത്തത് അന്യായമാണ്, തെറ്റാണ് എന്നാണ്. അത് കോടതി അംഗീകരിച്ചു. ന്യായീകരിക്കാൻ കഴിയാത്തത് അൺജസ്റ്റിഫയബിൾ എന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ച് 100% സർക്കാർ വാദങ്ങൾക്കുള്ള സാധൂകരണമാണ് ഇന്നത്തെ കോടതി വിധിയിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നേരത്തെ ലിജു തിരക്ക് കാരണം ഈ വിധി വായിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അയക്കാന്ന് പറഞ്ഞത്. പക്ഷെ നോക്കുമ്പോൾ ലിജുവിന്റെ വാട്സപ്പ് നമ്പർ അല്ല എന്റെ കയ്യിലുള്ളത്, അയക്കാൻ പറ്റിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, 7, 8, 9 3 ഖണ്ഡികയിൽ എവിടെയാണ് സർക്കാർ ഈ യൂണിടാക്കിന്റെ വാദം പറഞ്ഞിട്ടുള്ളത്? സർക്കാരിന്റെ വക്കീല് എവിടെ പറഞ്ഞിട്ടുള്ളത്? അതൊന്ന് പറഞ്ഞ് കേൾപ്പിക്കൂ. ഹരീഷ്, എനിക്ക് ഒരു ചോദ്യം. എന്താ കാരണം വെച്ചാല് സ്വാഭാവികമായിട്ട് ഹരീഷ് സംസാരിച്ചപ്പോൾ ഒരു വാചകം പറഞ്ഞു. അതായത് UAE കോൺസുലേറ്റിലേക്ക് പോയിട്ട് തിരിച്ച് അവിടെ ഇടിച്ചു നിന്നിട്ട് തിരിച്ചൊരു U-ടേൺ എന്നുള്ളൊരു സാധനം പറഞ്ഞു. ഒരു പക്ഷേ ഞങ്ങൾ ഈ ഒരു പരിപാടിയിൽ, അതായത് ന്യൂസ് ആൻഡ് വ്യൂസിൽ 1 മാസം മുമ്പ് 1.5 മാസം മുമ്പ് സ്വാഭാവികമായിട്ടും ഈ യൂണിടെക്കിൽ നിന്ന് പോയ പണത്തിൻ്റെ ഒരു റൂട്ടിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു, അതായത് 1 കോടി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൈരളി TV അതിനെ 4.25 ആക്കി ഉയർത്തി. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു, അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച മൊഴിയിൽ നിന്നും വിവരങ്ങളിൽ നിന്നുമാണ് ഞങ്ങൾ ഈ വിവരം പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 1 കോടി എങ്ങനെയാണ് മാധ്യമങ്ങൾ കൊടുത്തത്, അതേ മാനദണ്ഡം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ 4.25 കോടി കൊടുത്തത്. പിന്നീട് ഞങ്ങൾ ഈ പറയുന്നതിന് 2 ആഴ്ച മുമ്പോ 3 ആഴ്ച മുമ്പോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലും NIA-യിലും ഈ മൊഴിയും വിവരങ്ങളും ഉണ്ടായിരുന്നുള്ളത് പിന്നീട് പുറത്തേക്ക് വരികയും ചെയ്തു. ഇപ്പോൾ ഹരീഷ്, നമ്മുടെ മുമ്പിലുള്ളൊരു കാര്യം, 3 മാസമായിട്ട് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നൊരു കാര്യമാണ്. ഇതിൽ മൊഴികളെല്ലാവരും നൽകിയിരിക്കുന്നു. പൈസ പോയ വഴികളും മനസ്സിലായി. ബാങ്ക്, കാലിദ്, CD വണ്ടി, ഇതെല്ലാം പോയി. ഇനി ഇവിടുന്ന് ഇനി എങ്ങോട്ടാണ് പോകാനുള്ളത്? എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ? പോകാനുള്ള ഒറ്റ വഴിയുള്ളൂ, കാലിദ്, UAE കോൺസുലേറ്റ്. അങ്ങോട്ട് പോകാൻ ഇവരെ സമ്മതിക്കുകയില്ല, ജയസൂര്യ സമ്മതിക്കില്ല. എന്താണ് ഹരീഷ്, ഈ അന്വേഷണം എങ്ങോട്ട് പോകും? ഈ പറഞ്ഞ ലിജു പറഞ്ഞ ബൈപ്പാസിന് എങ്ങോട്ട് വെട്ടും? അതിന് ഉത്തരം CBI തരുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിച്ചപ്പോൾ, ഞാൻ ഈ കൈരളി ചർച്ചയിൽ, ബ്രിട്ടാസിന്റെ തന്നെ ചർച്ചയിൽ വന്ന് ഞാൻ പറഞ്ഞതാണ്, ഈ സെക്ഷൻ 2H 3.1
ഫോറിന്റെ പ്രൊവൈസോയും വായിച്ചു നോക്കുന്ന ആർക്കും പ്ലെയിൻ റീഡിംഗിൽ, ഞാൻ അന്ന് പറഞ്ഞ വാചകം എനിക്ക് ഓർമ്മയുണ്ട്, അഭിഭാഷകർക്ക് തന്നെ വേണമെന്നില്ല, ഇംഗ്ലീഷ് അറിയാവുന്ന ആർക്കും വായിച്ചു നോക്കിയാൽ ഈ കാര്യം മനസ്സിലാവുന്നു. അപ്പൊ ഇന്നിപ്പോ കോടതി ഉപയോഗിച്ച വാക്ക് ഇനി എന്നെ സന്തോഷിപ്പിച്ചു. കാരണം എന്നെ പ്ലെയിൻ റീഡിംഗ് ഓഫ് സെക്ഷൻ 3 എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് അത് അന്നേ മനസ്സിലാവുമായിരുന്നു ആളുകൾക്ക്. ഇനി നമ്മൾ ഈ ചോദ്യം ചോദിക്കാം, സന്തോഷ് ഈപ്പനിൽ നിന്ന് പുതിയതായി എന്തെങ്കിലും കിട്ടാനുണ്ടോ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക്? അദ്ദേഹം ആർക്കൊക്കെ കൊടുത്തു, എന്തൊക്കെ കൊടുത്തു, മുഴുവൻ കാര്യങ്ങളും അഫിഡവിറ്റ് ഫയൽ ചെയ്തിരിക്കുകയല്ലേ ഹൈക്കോടതിയിൽ. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പുതുതായി അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഉണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, അവിടെ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിലെ ആളുകളിലാണ്. അവരെ പ്രതി ചേർത്തിട്ടുണ്ടോ ഈ കേസിൽ? ഇല്ലെങ്കിൽ അവരെ പ്രതി ചേർക്കാതെ ഈ കേസ് ഒരു ഇഞ്ച് മുന്നോട്ട് പോകുമോ? അങ്ങനെ പ്രതി ചേർക്കാത്ത എന്താ CBI? ഞാൻ എന്റെ യുക്തിക്ക് ആലോചിച്ച് നോക്കി, ഞാൻ നിങ്ങളുടെ യുക്തിക്ക് വിടുന്നു. ആരെങ്കിലും പറഞ്ഞു തരൂ, എന്തുകൊണ്ടാണ് CBI ആ വഴിക്ക് പോകാത്തത്? പകരം ഒരു യൂടേൺ എടുത്ത് എന്തുകൊണ്ടാണ് ലൈഫിലേക്ക് വന്നത്? അങ്ങനെ ലൈഫിലേക്ക് വന്നത് ഇപ്പോ തടഞ്ഞില്ലേ? ഞാൻ ഈ പ്രേക്ഷകർ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് എന്റെ ഫേസ്ബുക്കിൽ വന്ന് കമന്റ് ഇടുന്നുണ്ട്. അവർ പലരും പറയുന്നത് 2 മാസത്തേക്കാണല്ലോ സ്റ്റേ, അത് കഴിയുമ്പോൾ പ്രതിയാക്കാമല്ലോ എന്നാണ്. ദയവീത് ആളുകൾ പാരഗ്രാഫ് നമ്പർ 18 ഒന്ന് വായിക്കണം. ഞാൻ ബ്രിട്ടാസിന്റെ കൂടി ഒരു അറിവിലേക്ക് പറയുകയാണ്. 2 മാസത്തേക്കായിട്ടുള്ള ഒരു സ്റ്റേ ആണെങ്കിലും ആ സ്റ്റേക്ക് 19ാമത്തെ പാരഗ്രാഫിലെ സ്റ്റേക്ക് കാരണമായത് 18ാമത്തെ പാരഗ്രാഫാണ്. ഈ വിധിന്യായം മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല, 18ാമത്തെ പാരഗ്രാഫ് വായിച്ചാൽ മതി. അതിൽ പറയുന്നത്, at the same time, the provisions of FCRA and the materials on record do not justify arraignment of the petitioner in criminal MC number 4375 of 2020 as an accused. ലൈഫിനെ പ്രതി ചേർത്തത് നിയമവിരുദ്ധമാണ്. 2 മാസം കഴിയുമ്പോൾ അത് നിയമവിധേയമാകുമോ? ഇല്ല. അത് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇനി ഈ സന്തോഷ് ഈപ്പനിൽ നിന്ന് UAE കോൺസുലേറ്റ് ജനറൽ വഴിയല്ലാതെ ഒരാളിലേക്കും ഈ അന്വേഷണം മുന്നോട്ട് പോകാനില്ല. ബാക്കിയെല്ലാം സന്തോഷ് ഈപ്പൻ പറഞ്ഞു കഴിഞ്ഞു. അയാളെ പിടിക്കാതെ എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോവുക? ഹരീഷ്, ഈ ചോദ്യം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചോദിക്കുമ്പോൾ ജയസൂര്യൻ്റെ പാർട്ടി വക്താക്കൾ അത് സംബന്ധിച്ചൊരു വ്യക്തത വരില്ല. എനിക്കിനി ലിജുവിനോട് ചോദിക്കാനുണ്ട്. ലിജു, അതായത് ഇവിടെ ഈ കേസ് മുമ്പോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ പരിശോധിച്ച്, ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചാർജ് ഷീറ്റ് ആണെങ്കിലും CBI കൊടുത്ത മൊഴിയാണെങ്കിലും അതുപോലെ NIA കൊടുത്ത മൊഴിയാണെങ്കിലും ഈ മൊഴിയൊക്കെ ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. ചെറിയ സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ്, ഒരു പക്ഷേ അത് ടൈപ്പ് ചെയ്ത ആളുടെ ഒരു ഭാവനയ്ക്കനുസരിച്ചിട്ട് വാസാവോ ഒക്കെ മാറിയിട്ടുള്ളൂ. പക്ഷെങ്കിൽ സന്തോഷ് ഈപ്പൻ്റെ നൽകിയ വിവരണം ഇതെല്ലാം കറക്റ്റാണ്. അതായത് ഖാലിദിൽ നിന്നുള്ള മനുഷ്യൻ വരുന്നു, പണം മേടിച്ചുകൊണ്ട് പോകുന്നു, സ്വപ്നം പറഞ്ഞു, ഇതൊക്കെ ശരിയാണ്. സ്വപ്നം പറഞ്ഞ മൊഴിയെ ഉയർത്തിയിട്ടാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ലിജുവും വലിയ പ്രസ്താവനകളൊക്കെ ഇറക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് ലിജുവിന് പറഞ്ഞുകൂടാ ഈ അന്വേഷണം പൂർത്തീകരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ UAE കോൺസുലേറ്റിലുള്ള കോൺസുലേറ്റ് ജനറൽ, അറ്റാഷെ, അക്കൗണ്ടന്റായിട്ടുള്ള ഖാലിദ്, ഇവരെയും കൂടി പ്രതിപ്പട്ടികയിൽ കൊണ്ടുവരണം. അവരെ കൂടി കൊണ്ടുവന്നാൽ മാത്രമേ ഈ അന്വേഷണം സാർത്ഥകമാകൂ എന്നെന്തുകൊണ്ട് ലിജു ഒരു ബൈപ്പാസ് തിയറി അവതരിപ്പിച്ചപ്പോൾ ആ ബൈപ്പാസ് UAE കൂടി വെട്ടിയാൽ മാത്രമേ ഇത് യഥാർത്ഥ സത്യം പുറത്തു വരൂ എന്നുള്ള കാര്യം എന്തുകൊണ്ട് ലിജു പറയുന്നില്ല? അല്ല, ബൈപ്പാസ് തിയറി എന്നുള്ള പദം അത് എനിക്ക് തോന്നുന്നു അതിന്റെ പേറ്റന്റ് ശ്രീ ബ്രിട്ടാസ് തന്നെ അങ്ങ് എടുത്താൽ മതി. ഞാൻ ബൈപ്പാസ് എന്ന തിയറിയുടെ പേറ്റന്റ് അങ്ങ് എടുത്തുകൊള്ളുക. ഞാൻ FCRA ആക്ടിനെ വ്യാഖ്യാനിച്ചാണ് പറഞ്ഞത്. നിലവിൽ നമുക്ക് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ നേരത്തെ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ സാങ്കേതികമായിട്ട് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാൽ, സാങ്കേതികമായി സംസാരിച്ച് നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചും അവർക്കും പല കാര്യങ്ങളെ സംബന്ധിച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനപ്പോൾ അതുകൊണ്ട് ഈ സാങ്കേതികത്വത്തോടൊപ്പം തന്നെ ഇവിടെ ഉയർന്നു വന്ന ചർച്ചകൾ കൂടി ഇതിനകത്ത് പങ്കാളിത്തം ആ ഒരു രീതിയിൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇവിടെ നാട്ടിൽ ഈ വിവാദവുമായിട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണം, സംസ്ഥാന മുഖ്യമന്ത്രി വിദേശത്ത് പോയി റെഡ് ക്രസന്റുമായി ചർച്ച നടത്തി കിട്ടി 20 കോടി രൂപ. ആ 20 കോടി രൂപ UAE എക്സ്ചേഞ്ചിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. സ്വപ്നയെ പോലുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധ രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം ആ കോൺട്രാക്ട് അനധികൃതമായി യൂണിടാക്കിന് കിട്ടി. യൂണിടാക്ക് അവർക്ക് കിട്ടിയ പണം എന്ത് ചെയ്തു? കമ്മീഷനായിട്ട് വിതരണം ചെയ്തു. കമ്മീഷനായിട്ട് വിതരണം ചെയ്തത് ആർക്കൊക്കെയാണ് എന്നുള്ളത് ഇനി അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടത്. അല്ലാതെ മൊഴി കൊടുത്തതുകൊണ്ട് മാത്രം, ഈ സന്തോഷ് ഈപ്പന് ഒരു അഫിഡവിറ്റ് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. സന്തോഷ് ഈപ്പനെ ചോദ്യം ചെയ്ത് ആ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് പരിശോധിച്ച് സന്തോഷ് ഈപ്പനിലൂടെ തന്നെ എവിടെയൊക്കെ വിതരണം നടന്നു എന്ന കാര്യം ബോധ്യപ്പെട്ടാലേ ആ കാര്യമൊക്കെ വ്യക്തമാവുകയുള്ളൂ. സന്തോഷ് ഈപ്പൻ സ്വപ്നയ്ക്ക് പണം കൊടുത്തു എന്ന കാര്യം പ്രൂവ് ചെയ്യപ്പെട്ടാൽ സ്വപ്ന ആ പണം ആർക്കൊക്കെ കൈമാറി, ഇതൊക്കെ പ്രസക്തമാവും.
അവിടെയാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് നേരത്തെ ഞാൻ ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞൊരു പദം ഉപയോഗിച്ചത്. അതായത് ഈ പണം ഈ സ്വപ്ന വഴിയോ മറ്റാരെങ്കിലും വഴിയോ രാഷ്ട്രീയ നേതൃത്വത്തിൽ എത്തിപ്പെട്ടാൽ ഇപ്പോൾ പറഞ്ഞ FCRA ആക്ടിന്റെ ലംഘനം ഉൾപ്പെടെ പ്രസക്തമാകും എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ബൈപ്പാസ് അല്ല, അത് ഡയറക്റ്റ് ഹൈവേ തന്നെയാണ്. ബ്രിട്ടാസ് നേരിട്ട് ഹൈവേ ആയിട്ട് തന്നെ കിടക്കുകയാണ്. അത് കൃത്യമായി FCRA ആക്ടിന്റെ ലംഘനമായിട്ട് വരും. അതൊന്നാമത്തെ കാര്യം. രണ്ട്, ഇവിടെ സർക്കാർ മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇവിടെ CBIക്ക് ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഒക്കെ പ്രകാരം നേരിട്ട് ഇടപെടാൻ ഈ സംസ്ഥാനത്ത് കയറി അന്വേഷിക്കാനേ പറ്റില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ FCRA ആക്ടിന് ലംഘനം ഉണ്ടെങ്കിൽ മാത്രമേ അനുമതിയില്ലാതെ ഇങ്ങോട്ട് കയറാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് ഉപോത്ബലകമായ വിവിധ വാദഗതികൾ ഉയർത്തപ്പെട്ടു. ഞാൻ അതിന്റെ സാങ്കേതികത്തിലോട്ട് പോകുന്നില്ല. പക്ഷെ ഇവിടെ കോടതി 2 മാസത്തേക്ക് ലൈഫ് മിഷന്റെ കാര്യത്തിലും പിന്നെ UV ജോസിന്റെ കാര്യത്തിലും സ്റ്റേ അനുവദിക്കുന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളിൽ അന്വേഷണം തുടരാം എന്ന് പറഞ്ഞതിലൂടെ CBIയെ ഇവിടെ പറ്റില്ല എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ വാദഗതി ഇവിടെ പോവുകയാണ്. അത് ശ്രീ ജോൺ ബ്രിട്ടാസ് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. CBIയെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഞാനത് പൂർത്തീകരിക്കട്ടെ, അവസാനം നമുക്ക് ഇത് ചെയ്യാം. സംസ്ഥാന സർക്കാരിന്റെ വാദഗതി പോയിട്ട് നിങ്ങൾക്ക് അന്വേഷണം തുടരാം. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള വാദഗതികൾ ഈ 4C പ്രകാരം ഏജന്റ് ആണ് യൂണിടാക് എന്ന് വന്നു കഴിഞ്ഞാൽ അതുമൂലം നിരവധി ഗുണങ്ങൾ കിട്ടുമായിരുന്നു. അത് കിട്ടാതെ അത് തുടരാം, അന്വേഷണം CBIക്ക് തുടരാം എന്ന രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച പ്രസക്തമായ ഒരു വാദം, അതായത് വലിയൊരു ഡിഫൻസ്, ഇങ്ങോട്ട് CBI കയറേണ്ട, എല്ലാ വിജിലൻസ് നോക്കിക്കോളും എന്ന് പറയപ്പെട്ട വാദഗതി ഇവിടെ പോയി. പിന്നെ കാര്യങ്ങൾ എന്താണ് ആരോപണം നമ്മൾ ചിന്തിക്കണ്ടേ സിബിട്ടാസ്? ഞാൻ ലിജുവിനോട് വളരെ കൃത്യമായിട്ടൊരു ചോദ്യം ചോദിച്ചു. ലിജു അതിന് മറുപടി പറഞ്ഞില്ല. എന്താ കാരണം വെച്ചാല് ലിജു 3 മാസമായിട്ട് ഈ പറഞ്ഞ കേരള പോലീസിന്റെ കയ്യിലല്ല. ഈ പ്രതികളൊക്കെ കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികളുടെ പക്കലാണ്. അവരെ തിരിച്ചും മറിച്ചും ചോദിച്ച മൊഴികളൊക്കെ റെക്കോർഡ് ചെയ്തു. ഇനി അവർ റെക്കോർഡ് ചെയ്ത മൊഴിയെ വേണമെങ്കിൽ വീണ്ടും തിരുത്തിക്കാൻ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും. പക്ഷെ ആ മൊഴികളിലൊക്കെ ചെന്നെത്തുന്നത് ഹരീഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയും ഞാൻ പറഞ്ഞതുപോലെയും UAE കോൺസുലേറ്റിന്റെ വാതിലിന് മുമ്പിലാണ്. ഇനി ഈ അന്വേഷണം മുമ്പോട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞ ലിജുവിൻ്റെ തിയറിയിലെ ഈ ബൈപ്പാസ്, ഞാൻ ലിജുവിൻ്റെ തിയറിയിൽ നിന്ന് ഞാൻ അതിനൊരു പേര് കൊടുത്തതേ ഉള്ളൂ, ബൈപ്പാസ് തിയറി എന്ന്. ലിജു പറഞ്ഞു തന്നെയാണത്. ലിജു പറയാതെ പറഞ്ഞു വെച്ചതിന് ഞാൻ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു പേര് കൊടുത്തതാണ്. ഇതെല്ലാം എത്തി നിൽക്കുന്നത് UAE കോൺസുലേറ്റിന്റെ തിണ്ണയിലാണ്. അപ്പൊ എന്തുകൊണ്ട് ലിജുവിനോട് ഞാൻ ചോദിച്ചു, കോൺസുലേറ്റ് ജനറലിനെയും അറ്റാഷയെയും അക്കൗണ്ടന്റ് ഖാലിദിനെയും കൂടി പ്രതിയാക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് പറയുന്നില്ല? എന്തുകൊണ്ട് ഈ ബൈപ്പാസ് ദുബായിലേക്കോ അബുദാബിയിലേക്കോ വെട്ടുന്നില്ല? ആ ചോദ്യത്തോട് ലിജു പ്രതികരിക്കുന്നില്ല. ഞാൻ പ്രതികരിക്കായിരുന്നല്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരുന്ന ചർച്ചകളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ശിവശങ്കറിന്റെ സുഹൃത്തായിരുന്ന സ്വപ്ന, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ, നിയമോപദേശത്തിന് വിരുദ്ധമായി കരാർ ഒപ്പിട്ടതിലുണ്ടായ തിടുക്കം, സംസ്ഥാന മുഖ്യമന്ത്രി വിദേശത്ത് പോയി സമ്പാദിച്ച 20 കോടി രൂപ. എന്റെ ചോദ്യം ഖാലിദ് മേടിച്ചോണ്ട് പോയാ ലിജു പറഞ്ഞതാണ്. ലിജു ഒറ്റ സെക്കൻഡ്, ലിജു പ്ലീസ്, ഞാൻ കൈകൂപ്പി ചോദിക്കുകയാണ്. ലിജു പറഞ്ഞു തന്നെ വീണ്ടും പറയാണ്, ഇപ്പൊ മുഖ്യമന്ത്രി വിദേശത്ത് പോയി കൊണ്ടുവന്ന്, ഡ്രക്കേഴ്സിനെ കൊണ്ടുവന്ന് 20 കോടി കൊണ്ടുവന്ന്. ഓക്കെ, എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ, ഖാലിദ് കൈപ്പറ്റിക്കൊണ്ടുപോയ ഈ പറഞ്ഞ തുക എന്ന് പറഞ്ഞ തുക ഖാലിദിന്റെ കയ്യിൽ നിന്ന് ശിവശങ്കറിനോ ഏതെങ്കിലും ആൾക്കോ കൊടുത്തോ എന്ന് അറിയണമെങ്കിൽ ഖാലിദിനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണ്ടേ? ഖാലിദ് പ്രവർത്തിച്ചത് കോൺസുലേറ്റ് ജനറലിന്റെ അറ്റാഷയുടെയും നിർദ്ദേശപ്രകാരമാണെങ്കിൽ അവരോട് ചോദിക്കണ്ടേ? അവരെ സാക്ഷിയോ പ്രതിയോ ആക്കണ്ടേ കേസിൽ? എന്തുകൊണ്ട് ലിജു പറയുന്നില്ല ഈ കേസ് യഥാർത്ഥത്തിൽ അതിൻ്റെ പാരമ്യത്തിൽ എത്തിക്കണമെങ്കിൽ അവരെയും കൂടി പ്രതിസ്ഥാനത്ത് കൊണ്ടുവരണം, സാക്ഷി സ്ഥാനത്ത് കൊണ്ടുവരണം? എന്തുകൊണ്ട് ലിജു പറയുന്നില്ല? ലിജുവിന് എന്തുകൊണ്ട് പറയാൻ ലിജു മടിക്കുന്നു? അതായത് വി മുരളീധരൻ മടിക്കുന്നത് പോലെ ലിജുവും മടിക്കുന്നത് എന്തുകൊണ്ടാണ്? വി മുരളീധരന്റെ മടി എനിക്ക് മനസ്സിലാകാം, എന്തുകൊണ്ട് ലിജു മടിക്കുന്നു? എന്റെ ചോദ്യം അതാണ്. പറഞ്ഞു കഴിഞ്ഞോ? എനിക്ക് പറയാമല്ലോ. പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ സംഭവവികാസങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്ന ആരോപണങ്ങളും അതിന് പ്രസക്തമായ കാര്യങ്ങളുമാണ്. ഇപ്പോ
സ്വാഭാവികമായിട്ടൊരു കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ ആ കാര്യങ്ങൾ കൂടുതൽ ഊന്നി ഞാൻ പറയുന്നത് സ്വാഭാവികമാണെന്ന് ശ്രീ ബ്രിട്ടാസിന് അറിയാമല്ലോ. കാരണം ഇതിന് യഥാർത്ഥ ഗുണഭോക്താക്കൾ സംസ്ഥാന സർക്കാരും CPM നേതൃത്വവുമാണെന്നാണ് ഞങ്ങൾ കുറച്ച് പറയുന്നതും കാര്യങ്ങളും. ഒരു ദിവസം ഒരു ടെലിവിഷൻ ചർച്ചയിൽ ഞാൻ ഓർക്കുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീ ബ്രിട്ടാസും ശ്രീ തോമസ് ഐസക്കും ഒക്കെ പങ്കെടുത്ത ഒരു ചർച്ചയിൽ താങ്കൾ ഉൾപ്പെടെയാണ് ഈ 4.25 കോടി രൂപയുടെ കൈമാറ്റത്തെ കുറിച്ചുള്ള ഒരു തിയറി, നേരത്തെ ഈ ബൈപ്പാസ് തിയറി എന്ന് പറഞ്ഞതുപോലെ ഒരു കാര്യം ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പണം കിട്ടിയേക്കുന്നത് ഒരു നയതന്ത്ര പ്രതിനിധിയുടെ കയ്യിലേക്കാണ് ഈ പണക്കൈമാറ്റം നടത്തിയിരിക്കുന്നത് എന്നൊരു വാദഗതി താങ്കൾ ഉയർത്തുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ശ്രീ തോമസ് ഐസക്കും അത് ശരിവെച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ ഇനി അതിന്റെ പൊസിഷൻ ഞാൻ പറയാം. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് CBI നടത്തുന്ന അന്വേഷണത്തിൽ പിന്നെ UAE കോൺസുലേറ്റിലെ അക്കൗണ്ടന്റിനെയോ അവിടുത്തെ ഉദ്യോഗസ്ഥരെയോ ഒന്നും പ്രതി ചേർക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. അവരെ ചോദ്യം ചെയ്യണം. ഒരു ഇനിയുണ്ട്, ഈ ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് അത് കൈമാറുന്നതിനോ അവരെ പ്രതി ചേർക്കുന്നതിനോ അവരാരൊക്കെ കൊടുത്തു എന്ന രീതിയിൽ അന്വേഷിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. അത് അന്വേഷിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ ഉന്നയിക്കുന്ന ഒരു സംശയം, നിങ്ങൾ അത്തരം ഒരു തിയറി മുന്നോട്ട് വെച്ചത് തന്നെ നയതന്ത്ര പ്രതിനിധികളെ പ്രതി ചേർക്കുന്നതിനുണ്ടാവുന്ന സാങ്കേതികമായ തടസ്സങ്ങളുടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ ആനുകൂല്യം നിങ്ങൾ ഇവിടെ ഞാൻ ഉന്നയിച്ച സംശയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് അതിന് ആനുകൂല്യം കിട്ടാൻ വേണ്ടിയാണോ? ലിജുവിന്റെ ന്യായമായ സംശയം, സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് ലിജു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് വലിയ ആശ്വാസമായി. എന്താ കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ലിജുവിനെ പോലുള്ള ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ള സംശയം ദൂരീകരിക്കാൻ വേണ്ടി എനിക്ക് സഹായകരമായി. ലിജു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചാർജ് ഷീറ്റ് വായിച്ചു നോക്കുക. ലിജു ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഞാനിവിടെ പറഞ്ഞ ഒരുപക്ഷെ ഇൻവെർട്ടർ കോമ ഈ വെളിപ്പെടുത്തലിൻ്റെ നിദാനം എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാവും. ഞാനിവിടെ പറയുന്നതിന് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് NIAയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ശേഖരിച്ച് റെക്കോർഡ് ചെയ്ത വിവരങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിച്ചത് ലിജു. അല്ല, ഞാൻ ഉണ്ടാക്കിയ തിയറിയല്ല. നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ആൾക്കാർ ഇൻവെർട്ടർ കോമ അത് ബോധപൂർവം തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തു. ഇനി ഞാനത് കോൺസുലേറ്റിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തിയറിയല്ല. ഞാൻ ഇന്ത്യയിലെ പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കണ്ടെത്തി രേഖപ്പെടുത്തിയ മൊഴിയിലെ കാര്യങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. ഇപ്പോഴെങ്കിലും ലിജുവിനത് മനസ്സിലായല്ലോ. എന്തായാലും ലിജുവിനോട് എനിക്ക് നന്ദിയുണ്ട്. ലിജു ഇക്കാര്യം ചോദിച്ചതുകൊണ്ട് എനിക്ക് ലിജുവിനും ലിജുവിൻ്റെ പാർട്ടിക്കാർക്കും വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു അവസരം ലഭിച്ചത്. MB രാജേഷ് നോക്കുക, അതായത് വേണമെങ്കിൽ കോൺസുലേറ്റ് ജനറലിലെ അവിടെയുള്ള ആൾക്കാരെയും ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് ലിജു ആദ്യമായി പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഈ ചർച്ചയിൽ അവരെയും കൂടി ക്വസ്റ്റ്യൻ ചെയ്താലും അവരെയും കൂടി പ്രതിയാക്കിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. ജയസൂര്യയിൽ നിന്ന് അല്പം ഒരു ഡീവിയേഷൻ നടത്താൻ ലിജു തയ്യാറായിരുന്നു. അല്ല, ലിജു അത് പറയേണ്ടി വന്നു എന്ന് പറയുന്നതാണ് ശരി. ലിജു കഴിയുന്നത്ര ഒഴിഞ്ഞു മാറാൻ നോക്കി അത് പറയാതിരിക്കാൻ. മാത്രമല്ല, ലിജു ഇത്രയും കൂടി പറഞ്ഞു. ബ്രിട്ടാസ് ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ലിജുവിന്റെ ഒരു വാചകം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്താ പറഞ്ഞെന്നറിയാമോ? ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും CPM-നും സർക്കാരിനും എതിരായിട്ട് പറയുക എന്നത് വളരെ സ്വാഭാവികമാണല്ലോ, ബ്രിട്ടാസിന് അത് മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞാൽ വസ്തുത എന്തായിരുന്നാലും ഞങ്ങൾക്കിവിടെ സർക്കാരിനെയും CPM-നെയും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അത് മനസ്സിലാവുമല്ലോ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ വാചകം ലിജു പറഞ്ഞതല്ലേ? അല്ലെങ്കിൽ ഒന്ന് കേൾപ്പിച്ചു നോക്കൂ, കേൾപ്പിക്കൂ. അത് ബ്രിട്ടാസിന് മനസ്സിലാവുമല്ലോ. കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ ഇത് CPM-നും സർക്കാരിനും ഒക്കെ എതിരായിട്ട് പറയാൻ ഞാൻ നിർബന്ധിതനാണല്ലോ, അത് സ്വാഭാവികമാണല്ലോ എന്നാണ് ഇവിടെ പറഞ്ഞത്. അവർ രാഷ്ട്രീയം മാത്രമാണ് അവരെ നയിക്കുന്നത് എന്നതാണ് ലിജു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബ്രിട്ടാസ് വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താ, എനിക്ക് അവർ ചോദ്യം ചെയ്തുകൊണ്ട് വിരോധമൊന്നുമില്ല എന്നാണ്. വിരോധം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? കൈക്കൂലി ഇവർക്കാണ് കൊടുത്തത് എന്ന് മൊഴി നിൽക്കുകയാണ്. ആ മൊഴി അവിടെ നിൽക്കെ എനിക്ക് അവരെ ചോദ്യം ചെയ്യുന്നതിൽ എനിക്ക് വിരോധമുണ്ട് എന്ന് ലിജുവിന് ഇവിടെ പറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതല്ലേ. അദ്ദേഹം ആകെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എനിക്ക് വിരോധമില്ല എന്നാണ്. ചോദ്യം ചെയ്യണമെന്നൊന്നും അദ്ദേഹത്തിന് നിർബന്ധമില്ല. കാരണം ചോദ്യം ചെയ്താൽ വസ്തുത പുറത്തു വരും.
അപ്പൊ ഈ രാഷ്ട്രീയം പോവും. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പുകമറ പൊളിയും അതോടുകൂടി. അപ്പൊ അദ്ദേഹത്തിന്റെ ആവശ്യം വസ്തുത പുറത്തു വരരുത്, ഈ പുകമറ നിൽക്കണം. ഏറ്റവും ചുരുങ്ങിയത് 2021 ഏപ്രിൽ മാസം വരെയെങ്കിലും നിന്ന് കിട്ടണം. അത് കഴിഞ്ഞ് എന്തായാലും അവർക്ക് വിരോധമില്ല, അതുവരെയെങ്കിലും നിന്ന് കിട്ടണമെന്നാണ്. ഒരു കാര്യം കൂടി ബ്രിട്ടാസ് ഞാനിവിടെ കൂട്ടിച്ചേർക്കുന്നു. ബ്രിട്ടാസ് ഇവിടെ ലിജു എന്താ പറഞ്ഞത്? ഇത് നയതന്ത്ര പരിരക്ഷയുള്ള ഒരാളിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ കൈരളി TV എന്തോ ഒരു ദുഷ്ടലാക്കോട് കൂടി പ്രവർത്തിച്ചു എന്നാണ്. അതാണ് ലിജു ഇവിടെ പറഞ്ഞത്. ഇവിടെ ED-യുടെ മൊഴി ഇവിടെ ഉദ്ധരിച്ചു, ED-യുടെ കുറ്റപത്രം ഉദ്ധരിച്ചു. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി മാത്രമല്ല, ലിജുവിന് നല്ല വിശ്വാസമുള്ള 2 പ്രമുഖ മാധ്യമങ്ങൾ അവര് കൈരളി TV പറഞ്ഞ അതേ കാര്യം പിന്നീട് 2 ആഴ്ച കഴിഞ്ഞിട്ട് അവരുടെ എക്സ്ക്ലൂസീവ് എന്ന നിലയിൽ അവതരിപ്പിച്ചത് ലിജു ഓർക്കുന്നുണ്ടാവും. കൈരളി TV പോട്ടെ, ലിജുവിന് വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ ലിജുവിന് വിശ്വാസമുള്ള, ലിജുവിനെ പോലുള്ളവരുടെ രാഷ്ട്രീയത്തിന് എന്താ പറയാ ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 5-6 മാസമായിട്ട് അവർ ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മാധ്യമങ്ങൾ ഇതേ കാര്യം പറഞ്ഞില്ലേ? അവരും ഈ ദുഷ്ടലാക്കോടെയാണോ പ്രവർത്തിച്ചത്? ഇത് UAE കോൺസുലേറ്റിൽ കൊണ്ടുപോയി കെട്ടി ഇവിടെ ഉള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ദുഷ്ടലാക്കോട് കൂടിയാണോ അവരാ വാർത്ത കൊടുത്തത്? എന്തിനാണ് ഇതിൽ കോൺസുലേറ്റിൽ കൊണ്ടുപോയാൽ അവര് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? അവരെ കൊണ്ടുവരണല്ലോ. ഇന്ത്യയും UAE-യും തമ്മിൽ ട്രീറ്റി ഉണ്ടല്ലോ, കരാറുണ്ടല്ലോ. ഇത് സ്വർണ്ണക്കടത്തുമായിട്ട് കൂടി ബന്ധപ്പെട്ടു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പൊ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ രാജ്യാന്തര മാനങ്ങളുണ്ട്, തീവ്രവാദ മാനങ്ങളുണ്ട്. ഇന്ത്യയും UAE-യും തമ്മിൽ എക്സ്ട്രാഡിഷൻ ട്രീറ്റി ഉണ്ട്. അവരെ കൊണ്ടുവരാം. നയതന്ത്ര പരിരക്ഷ എന്നത് കോൺസുലേറ്റിലുള്ള ആളുകളുടേത് ഭാഗികമായ നയതന്ത്ര പരിരക്ഷ മാത്രമാണ് എന്നുകൂടി നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ അതവിടെ പരിരക്ഷയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, യഥാർത്ഥ സ്രോതസ് ഇതാണ് എന്ന് ലിജു സമ്മതിക്കുന്നില്ലേ? ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ജയസൂര്യൻ, അതായത് ലിജു പറഞ്ഞു വെച്ചു എനിക്ക് വിരോധമില്ലാന്ന്. ഞാൻ പിന്നെ ലിജുവിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിജു കൂടി അതിനോട് ചേർന്നു എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ജയസൂര്യൻ സമ്മതിക്കില്ല. ഈ NIA കോടതി കൊടുത്തൊരു കാര്യമുണ്ട്. അതായത് കോൺസുലേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും വിദേശത്തുള്ളവരെയും ഒക്കെ ഈ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാതെ ഈ അന്വേഷണം ഒരിഞ്ച് മുമ്പോട്ട് പോകില്ല എന്ന് NIA നൽകിയ അഫിഡവിറ്റിലുണ്ട്. പക്ഷെ കേന്ദ്ര സർക്കാർ സമ്മതിക്കില്ല. 3 മാസമായിട്ട് ഒരു ബ്ലൂ കോർണർ അലേർട്ട് പോലും കൊടുത്തിട്ടില്ല. മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസിന് വേണ്ടിയുള്ള കത്ത് കൊടുത്തിട്ടില്ല. ഫൈസൽ ഫരീ ഇതിനെ കണ്ടിട്ടില്ല, ഖാലിദിനെ കണ്ടിട്ടില്ല, അറ്റാഷയെ കണ്ടിട്ടില്ല. എൻ്റെ ജയസൂര്യൻ, ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചോദിക്കും, പിന്നെ എന്ത് തേങ്ങാക്കൊല ഇവിടെ നടക്കുന്നു ചോദിക്കും അവർ ഇത് കേൾക്കുമ്പോൾ നാടൻ ഭാഷയിൽ. അങ്ങനെയൊന്നും ആരും ചോദിക്കില്ല. ഈ നാട്ടിലുള്ളവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്താണ് ഇത് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതായത് യഥാർത്ഥത്തിലുള്ള പ്രതികളെ പിടികൂടുന്നതിന് പകരം ഇത് നയതന്ത്ര പരിരക്ഷയുള്ള അറ്റാഷയിലേക്ക് ഈ കേസിനെ വഴിതിരിച്ചു വിട്ടിട്ട് ഈ കേസിൽ ഉൾപ്പെട്ട യഥാർത്ഥ ആൾക്കാരെ രക്ഷിക്കണം. ഞാൻ ചോദിക്കട്ടെ, UAE-യുടെ ഭരണപ്രദേശമല്ലല്ലോ കേരളം, UAE-യുടെ ഭാഗമല്ലല്ലോ കേരളം. ഇവിടെ കേരളത്തിനൊരു മുഖ്യമന്ത്രിയില്ലേ, ഇവിടെ ഒരു ഭരണകൂടമില്ലേ? അവരറിയാതെയാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഈ ഭരണകൂടത്തിന്റെ കീഴിൽ ഇവിടെ എന്തൊക്കെ നടന്നിട്ട് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചത്? ഒരു വിലയില്ലേ? അതായത് ബ്ലൂ കോർണർ വേണം, MLA വേണം, മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് വേണം, കൗൺസിലേറ്റിലെ ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യണം, അവരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞതിന് ഒരു വിലയില്ലേ? ഒരു വിലയും കൊടുക്കുന്നില്ലേ? അപ്പൊ താങ്കൾ മുരളീധരന്റെ തിയറിയാണോ താങ്കൾ ഉയർത്തിപ്പിടിക്കണേ? അവരുടെ ആവശ്യത്തെക്കുറിച്ച് അല്ല ഞാൻ പറഞ്ഞത്. ആ രീതിയിലുള്ള ഒരു നീക്കമാണ് ഇവിടെ CPM-നും മുഖ്യമന്ത്രിക്കുമുള്ളത്. ആ തരത്തിലുള്ള ചർച്ചകൾ വഴിതിരിച്ചു വിടുന്നതിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ, കോടതികൾ ഇടപെടട്ടെ, അവർ പിടിക്കേണ്ടവരെ പിടിക്കട്ടെ, ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്യട്ടെ, എന്നിട്ട് കേസ് തെളിയട്ടെ എന്നുള്ളതിന് പകരം അങ്ങോട്ട് പോകൂ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ചെയ്യുന്നതിനാ. ഇപ്പൊ ജയസൂര്യക്ക് ഇതിന്റെ അപ്പുറത്ത് പറയാൻ പറ്റില്ല. കാരണം ജയസൂര്യക്ക് ഇത് ഇവിടെ കിടന്ന് സെക്രട്ടേറിയറ്റ് കിടന്ന് ചുറ്റണം തന്നെയാണ് ജയസൂര്യയുടെ ആഗ്രഹം. സ്വാഭാവികമായിട്ട് അവരുടെ രാഷ്ട്രീയ കമ്പൽഷൻസ് മനസ്സിലാക്കാം. ഇന്ന് യൂണിടെക്കിന്റെ അഭിഭാഷകൻ തന്നെ കോടതിയിൽ പറഞ്ഞതായിട്ട് ഈ പറഞ്ഞ ഉത്തരവിൽ ഉദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI-യും വിജിലൻസും ആന്റി കറപ്ഷൻ ബ്യൂറോ എല്ലാം കൂടെ ഞങ്ങളെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് ഞങ്ങളെ ഹറാസ് ചെയ്യാണ്. ഞങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് 21-ന്റെ ലംഘനം പോലും നടന്നിരിക്കുകയാണ്. ഇനി ഈ സന്തോഷ് ഈപ്പനെ പിഴിഞ്ഞാൽ
സന്ദീപ് നായരെ പിഴിഞ്ഞാൽ, സ്വപ്നയെ പിഴിഞ്ഞാൽ, ഈ പറഞ്ഞ സരിത്തിനെ പിഴിഞ്ഞാൽ, ഇത് ഇപ്പൊ കിട്ടിയ ചാറിനപ്പുറത്ത് വേറെ എന്തെങ്കിലും കിട്ടുമോ ഹരീഷെ? വേറെ എന്തെങ്കിലും കിട്ടുമോ? ബ്രിട്ടാസെ, ഈ 3 മാസമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടി ഈ കേസിലെ വാദഗതികൾ നടത്തുന്നത് ഒരു പരിധിവരെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ബ്രിട്ടാസ് പോലും ചർച്ചകൾക്ക് വിളിച്ചിട്ട് ആദ്യഘട്ടത്തിൽ വരാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ 1 മാസക്കാലമായി ഞാൻ നേരത്തെ പറഞ്ഞ നിരീക്ഷണമാണ് എനിക്ക് ഈ കാര്യത്തിലുള്ളത്. അതായത് എല്ലാ പ്രതികളും വിരൽ ചൂണ്ടുന്നത് ഒരേ സെന്ററിലേക്കാണ്. എല്ലാ പ്രതികളുടെയും മൊഴി, അതിൽ NIAക്ക് കൊടുത്ത മൊഴി പ്രസക്തമല്ലെങ്കിൽ, EDക്ക് കൊടുത്ത മൊഴി പ്രസക്തമല്ലെങ്കിൽ, CBIക്ക് കൊടുത്ത മൊഴി പ്രസക്തമല്ലെങ്കിൽ, കസ്റ്റംസിന് കൊടുത്ത മൊഴി കസ്റ്റംസ് ആക്ടിലെ 108 പ്രകാരം നിയമപരമായി പ്രസക്തമായ ഒരു മൊഴിയാണ്. എല്ലാവരും വിരൽ ചൂണ്ടുന്നത് ഇത് UAE കോൺസുലേറ്റ് ജനറലിന്റെ അതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കാണ്. സ്പെസിഫിക് ആയിട്ടുള്ള പേരുകൾ വരെ പറയുന്നുണ്ട്. നോക്കൂ, ഞാൻ കഴിഞ്ഞ 1 മാസത്തെ എല്ലാ ചാനൽ ചർച്ചകളും നമുക്ക് റീവൈൻഡ് ചെയ്ത് കാണാം. ആരെങ്കിലും ഒരാൾ ഈ കേസിലെ ഈ കേസ് എന്ന് പറയുമ്പോൾ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള കേസാണ്. ഈ കേസ് ശരിയാവണ്ണം അന്വേഷിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്കപ്പുറം ഇത് ശരിയാവണ്ണം അന്വേഷിക്കണം എന്ന് ഇപ്പോ സർക്കാർ പ്രതിക്കൂട്ടിലായപ്പോ തീർച്ചയായിട്ടും സർക്കാർ ഈ കാര്യത്തിൽ പറഞ്ഞു, ഇത് സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു. CPM പറഞ്ഞു ഇത് ശരിയായ ദിശയിലല്ല എന്ന് പറഞ്ഞു. അത് മാറ്റി നിർത്തിയാൽ ആരെങ്കിലും കോടതിയോട് ആവശ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാർ ശരിയായ ദിശയിലല്ല പോകുന്നതെന്ന് ആരെങ്കിലും കോടതിയോട് പറയുന്നുണ്ടോ? ഇല്ല. ഞാൻ കരുതുന്നത് ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു എനി പബ്ലിക് സ്പിരിറ്റഡ് സിറ്റിസൺ. ഈ വിഷയത്തിൽ സത്യം കണ്ടെത്തണമെന്ന് വിചാരിക്കുന്ന ഒരാൾ പൊതുതാൽപര്യ ഹർജിയുമായി കോടതിയെ സമീപിക്കേണ്ടതാണ്. സിക്രി വാസു കേസിലെ വിധിന്യായ പ്രകാരം ആർക്കും സമീപിക്കാം. ഇത് ശരിയാവണ്ണം അന്വേഷിച്ച് മുമ്പോട്ട് പോയി ഈ കോൺസുലേറ്റിനെ എല്ലാ റിപ്പോർട്ടുകളും വിരൽ ചൂണ്ടുന്നത് അങ്ങോട്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആ വഴിക്ക് നീങ്ങാത്തത്? എന്തുകൊണ്ടാണ് വിദേശത്തുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കാത്തത്? തീർച്ചയായിട്ടും ബ്രിട്ടാസെ, ഒരാഴ്ച കൂടി കാക്കും. അത് കഴിഞ്ഞിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ശരിയായ റൂട്ടിലല്ല പോകുന്നതെങ്കിൽ ഈ കേസ് ശരിയായ റൂട്ടിൽ കൊണ്ടുപോകാൻ സിക്രി വാസു കേസിലെ സുപ്രീം കോടതി വിധി ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതിന്റെ വിശദാംശങ്ങൾ പറയാം. ഈ ആളുകൾ തന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് ചോദ്യം ചെയ്തതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള പ്രതികൾ ഈ കേസിലേക്ക് വരുന്നില്ല. 1ാം പ്രതിയായി, പ്രധാന പ്രതിയായി ഒക്കെ പറയുന്ന ആളുകളൊക്കെ വിദേശത്തിരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് കേസ് ശരിയാവണ്ണം മുന്നോട്ട് പോകണം. സർക്കാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. സർക്കാരിൽ ആർക്ക് പൈസ കൊടുത്തു എന്നറിയണമെങ്കിൽ യഥാർത്ഥ പ്രതികൾ ആദ്യം കൊച്ചിയിൽ കൊണ്ടുവരണം, തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യണം. അത് ചെയ്യാത്ത NIA കൊണ്ട്, അത് ചെയ്യാത്ത കസ്റ്റംസിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ ഈ നാട്ടിൽ നിയമമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഹരീഷ് വാസ്തവൻ വളരെ ധീരമായിട്ടൊരു നിലപാടാണ് എടുത്തേക്കുന്നത്. ഒരാഴ്ച കൂടി കാക്കും. ഒരാഴ്ച കാത്തിട്ട് ഈ ശരിയായ വഴിക്കല്ല പോകുന്നെങ്കിൽ അദ്ദേഹം ഒരു പൊതുതാൽപര്യ ഹർജിയുമായിട്ട് മുമ്പോട്ട് പോയി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഹരീഷ് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ ഹരീഷിനെ പോലൊരു അഭിഭാഷകന് സ്വാഭാവികമായിട്ട് ഈ 3 മാസമായിട്ട് ഈ പറഞ്ഞ ഒരു കമ്പി കടന്ന് കറങ്ങുന്നതിനെതിരെ ഒരു പൊതുതാൽപര്യ ഹർജിയുടെ പ്രസക്തി കാണുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. ലിജു, നമ്മുടെ സമയം അങ്ങ് പോവുകയാണ്. ലിജു പറഞ്ഞ പോലെ ഞങ്ങൾ ഇങ്ങനെയല്ലേ പറയുള്ളൂ എന്ന് ലിജു വളരെ സത്യസന്ധമായിട്ട് വളരെ ഹൃദയ നൈർമല്യത്തോടെ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലെടുത്ത് വന്നു. ഒരു മിനിറ്റ് കൊണ്ട് സ്വാഭാവികമായിട്ടും താങ്കളുടെ രാഷ്ട്രീയമാണ് താങ്കൾ പറഞ്ഞതെങ്കിൽ പോലും സത്യം കണ്ടെത്തട്ടെ ലിജു. ഇവരെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പിഴിഞ്ഞിട്ട് കടഞ്ഞെടുത്തിട്ട് എന്താ കാര്യം? ഒരുപാട് വെളിച്ചെണ്ണ ഉണ്ടാക്കി, ഇനി ഒന്നും കിട്ടാനില്ല. ഈ പിണ്ണാക്കിനി വീണ്ടും കിട്ടണോ? അതാണ് ഹരീഷ് ചോദിക്കുന്നത്. അല്ല, ശ്രീ ബ്രിട്ടാസ് വളരെ മനോഹരമായ ഭാഷയിൽ, അല്ലെങ്കിൽ ശ്രീ MB രാജേഷും ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നിവൃത്തികേട് കൊണ്ട് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ എന്തുകൊണ്ട് ആ പൊളിറ്റിക്കൽ ചാർജസ് വീണ്ടും ആവർത്തിച്ചു എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അതായത് തുല്യമായി നിൽക്കുന്ന 2 പ്രതികൾ, ഒരു ഭാഗത്ത് യൂണിടാക്കിന് ഉൾപ്പെടെ കരാറ് കിട്ടാൻ, അത്തരമൊരു കരാർ ഒപ്പിടാൻ അനധികൃതമായി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ശിവശങ്കരനും അതിന്റെ പിന്നിലുള്ള മുഖ്യമന്ത്രിയും ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഗവൺമെന്റ്. അതോടൊപ്പം തന്നെ UAE കോൺസുലേറ്റ് ഈ പണം കൈപ്പറ്റി എന്ന് പറയുന്നവർ നിൽക്കുന്നു. സ്വാഭാവികമായും സർക്കാരിന്റെ കാര്യം പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നതുകൊണ്ടാണ് താങ്കൾ മറ്റ് ഭാഗം മാത്രം അതിനെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്തപ്പോൾ ഞാൻ ഇപ്പുറം എടുത്തിട്ടത്. അതിന്റെ അർത്ഥം സർക്കാരിനെതിരെ പറഞ്ഞ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നല്ല. സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ശിവശങ്കരനും CPM എല്ലാം തന്നെ ഈ അഴിമതിയിൽ പങ്കാളികളാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ് ഞാനൊരു ഭാഗം എടുത്ത് നമ്മുടെ സമയം കഴിയാണ്. എനിക്കൊരു 30 സെക്കൻഡ് കൊണ്ട് താങ്കൾ അവസാനിപ്പിക്കണം. 30 സെക്കൻഡ് കൊണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ ഹരീഷ് പറഞ്ഞ കാര്യവും, ഹരീഷ് കോടതിയെ സമീപിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഹരീഷ്, ഒരു കാര്യം ഹരീഷ് എന്ന് പറഞ്ഞാൽ മതി. അഴിമതി ഇപ്പൊ സർക്കാർ പറഞ്ഞു വെക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അഴിമതി നടന്നു, അത് ഞങ്ങളുടെ വിജിലൻസ് അന്വേഷിക്കും. ഈ വിജിലൻസിനെ കുറിച്ച് അന്വേഷിക്കാൻ എന്നാണ് സർക്കാർ തീരുമാനമെടുത്തത്? ഹരീഷ് എന്താ അതിനെ കുറിച്ച് പറയാത്തത്?
എത്രയോ നാളായി വിവാദം നടക്കുന്നു. ശിവശങ്കറിന്റെ ചർച്ച ചെയ്തു, ലൈഫ് മിഷൻ ചർച്ച ചെയ്തു, കമ്മീഷണർ ചർച്ച ചെയ്തു. വിജിലൻസ് അന്വേഷണം വന്നത് എന്നാണ്? രാജേഷേ, നിങ്ങൾ വിജിലൻസ് അന്വേഷണം വൈകിപ്പിച്ചു എന്നുള്ളതാണ് ലിജുവിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഒരു 30 സെക്കൻഡ്സ് കൊണ്ട് പറ. അതുപോലും ഒരു ഡിഫൻസിന് വേണ്ടിയാണ്. അതുപോലും ഒരു ഡിഫൻസിന് വേണ്ടിയാണ്. ഒരു കംപ്ലൈന്റ് പോലും ഇല്ല ലിജു. കംപ്ലൈന്റ് ഇല്ലേ? ആര് പറഞ്ഞു? ഹരീഷ്, സംസ്ഥാന സർക്കാരിന് നിരവധി പ്രശ്നങ്ങൾ. എന്താണ്? അല്ല, ഞാൻ ഈ ചർച്ചയിൽ ഇതിനു മുമ്പ് ബ്രിട്ടാസിനോട് ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതിൽ എവിടെയെങ്കിലും അഴിമതിയുടെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കാൻ ആളുകൾക്ക് നിയമമുണ്ട്. FCRA വയലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് കത്തയച്ച ആളുകൾക്ക് തന്നെ ഈ കേസിൽ അഴിമതി ഇന്ന പോലെ നടന്നിട്ടുണ്ട്, 17A പ്രകാരം ഒരു ഇന്നയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പെർമിഷൻ തരണം, വേണ്ടേ? പുതിയ PC ആക്ട് അനുസരിച്ച് പെർമിഷൻ ചോദിക്കണ്ടേ? ആരെങ്കിലും ഒരു പെർമിഷൻ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ നിമിഷം വരെ? ഇന്നയാൾ അഴിമതി നടത്തിയിരിക്കുന്നു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ കൈരളി ചർച്ചയിൽ തന്നെ ശ്രീ തോമസ് ഐസക്കും ശ്രീ ബ്രിട്ടാസും ഉൾപ്പെടെ 4.25 കോടി രൂപ സംസ്ഥാന സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ NIA മൊഴിയാണെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു? അല്ല, ഞാൻ അത് ബ്രിട്ടാസ് അവിടെ ബ്ലോക്ക് ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് 4.25 കോടി രൂപയുടെ കമ്മീഷൻ ഇടപാട് അഴിമതി നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാരിനുണ്ടായ വൈമനസ്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് സന്തോഷ് ഈപ്പൻ UAE കൺസുലേറ്റിലേക്ക് ഒരാൾക്ക് പൈസ കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞ ഉടനെ വിജിലൻസ് ആണ്. അത് മാത്രമല്ല, ലോക്കൽ അന്വേഷണം എന്തുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ വ്യക്തത കിട്ടാൻ വേണ്ടി ഹരീഷ് വാസുദേവൻ ഒരാഴ്ചക്കുള്ളിൽ കോടതിയെ സമീപിക്കുന്നു. ഒരുപക്ഷെ അതായിരിക്കാം ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് ഒരുപക്ഷെ അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇടുന്ന ഒരുപക്ഷെ ഒരു അണ്ടർലൈൻ. ഈ ചർച്ചയിൽ പങ്കെടുത്ത MP രാജേഷ്, ലിജു, അഡ്വക്കേറ്റ് ജയസൂര്യൻ, പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, എല്ലാവർക്കും നന്ദി. ശുഭരാത്രി.